ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ജോയ്സ് ടിവിയിലൂടെ എന്നെ കേൾക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഈ സാക്ഷ്യത്തിനായി എന്നെ ക്ഷണിച്ച ദേവദാസിക്കും കുടുംബത്തിനും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. എൻ്റെ പേര് പുഷ്പലത. ഞങ്ങളിപ്പോൾ കാസർഗോഡ് ജില്ലയിലെ കുണ്ടംകുഴി എന്ന് പറയുന്ന സ്ഥലത്ത് കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. എൻ്റെ സ്വന്തം നാട് പത്തനംതിട്ട റാന്നിയിലാണ്. ഞങ്ങള് എൻ്റെ അച്ഛൻ്റെ കുടുംബം എന്ന് പറയുമ്പോൾ ഹൈന്ദവ ആചാരപ്രകാരം വളരെ ഭക്തിയിൽ ജീവിക്കുന്ന വ്യക്തികളായിരുന്നു. ആ പശ്ചാത്തലത്തിലാണ് ഞാനും ജനിക്കാനായിട്ട് ഇടയായി തീർന്നത്. എല്ലാ വീടുകളിലാണേലും പൂജാ റൂമുണ്ട്. അവിടെ അനേക ദൈവങ്ങളുടെ ഫോട്ടോകൾ വെച്ച് ദൈവത്തെ ആരാധിക്കുന്ന ആ ഒരു അന്തരീക്ഷമായിരുന്നു എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എൻ്റെ അച്ഛനും അമ്മയും എല്ലാ വർഷവും മലയ്ക്ക് പോകും. വല്യമ്മ എല്ലാ വർഷവും പളനിക്ക് പോകും, എല്ലാ വർഷവും പോകും. അതുപോലെ വല്യച്ഛനും അതുപോലെ മക്കളും പോവായിരുന്നു. മാലയൊക്കെ ഇട്ടിട്ട് മലയ്ക്ക് പോകും. അതുപോലെ ഞങ്ങളെ കൊച്ചുമക്കളെയും മലയ്ക്ക് കൊണ്ടുപോയിട്ടുണ്ട്. എല്ലാ മക്കളെയും അപ്പനും അമ്മയും എൻ്റെ കുഞ്ഞിനെ ശബരിമലയ്ക്ക് കൊണ്ടുപോയിക്കോളാം എന്ന ഒരു നേർച്ച നേരും. അതുപോലെ എൻ്റെ ചെറുപ്പത്തിലെ എന്നെയും ശബരിമലയിൽ വിടാവുന്ന എൻ്റെ അച്ഛനും അമ്മയും നേർച്ച നേർന്നു. അങ്ങനെ ഞാനും മാലയൊക്കെ ഇട്ട് ശബരിമലയ്ക്ക് പോയിട്ടുണ്ട്. പക്ഷെ ആ ഒരു ദൈവിക വിശ്വാസമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഒരു സമാധാനവും സന്തോഷവും ഇല്ലാത്ത ഒരു കുടുംബമായിരുന്നു എൻ്റെ അച്ഛൻ്റെ കുടുംബം. പക്ഷെ എൻ്റെ അമ്മയുടെ വീട്ടുകാരെന്ന് പറയുമ്പോൾ അവര് വിളക്ക് കത്തിക്കും. എല്ലാ ദിവസവും വിളക്ക് കത്തിച്ച് ഒരു തട്ടിൽ വെക്കും. അവിടെ പൂജാ റൂം ഒന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ എല്ലാ ദിവസവും വിളക്ക് കത്തിച്ചു വെക്കും. ഈ അച്ഛൻ്റെ വീട്ടുകാർക്കുള്ള ഭക്തിയൊന്നും അമ്മയുടെ വീട്ടില് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ അച്ഛൻ്റെ വീട്ടില് അവർക്ക് ഭയങ്കര ഭക്തിയാ. ഏത് കാര്യത്തിനും പൂജാമുറി കയറി പ്രാർത്ഥിക്കുന്ന ആ ഒരു അവിശ്വാസമായിരുന്നു അവർക്ക്. എൻ്റെ അച്ഛനൊക്കെ 7 മക്കളാണ്, 5 ആണും 2 പെണ്ണുമാണ്. എൻ്റെ അച്ഛൻ ഭയങ്കര മദ്യപാനിയായിരുന്നു. ഞാൻ സ്നാനപ്പെടുന്നത് എൻ്റെ 14-ാമത്തെ വയസ്സിലാണ്. ഞാൻ കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച് 14-ാമത്തെ വയസ്സിൽ ഞാൻ സ്നാനപ്പെട്ടത്. അപ്പൊ അതിനു മുമ്പ് എൻ്റെ അച്ഛൻ്റെ ജീവിതത്തിലാണ് ഒരു മാറ്റം കർത്താവിലൂടെ ലഭിക്കാനായിട്ട് ഇടയായി തീർന്നത്. എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ കാണുമ്പോൾ എൻ്റെ അച്ഛൻ ഭയങ്കര മദ്യപാനിയായിരുന്നു. എപ്പോഴും മദ്യപിച്ച് വന്നിട്ട് വഴക്കുണ്ടാക്കും. വീട്ടില് അമ്മയെ ഒത്തിരി ഉപദ്രവിക്കുമായിരുന്നു. അതുപോലെ നാട്ടുകാർക്കും ഒരു പ്രശ്നക്കാരൻ എന്ന നിലയിലായിരുന്നു എൻ്റെ അച്ഛൻ്റെ ഒരു ജീവിത രീതിയല്ല. എല്ലാവരാലും വെറുക്കപ്പെട്ട ഒരു വ്യക്തി എന്ന നിലയിലായിരുന്നു അച്ഛൻ്റെ ജീവിത രീതിയല്ല. എപ്പോഴും മദ്യപിച്ചിട്ട് വരും, അമ്മയെ ഉപദ്രവിക്കും. അപ്പൊ ഞങ്ങളുടെ വീടിനോട് ചേർന്ന് തന്നെയാണ് അച്ഛൻ്റെ പെങ്ങളൊക്കെ താമസിക്കുന്നത്. അപ്പൊ അവര് കർത്താവിനെ അറിഞ്ഞ വിശ്വാസത്തിലായിരുന്നു. അപ്പൊ അവര് അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പൊ അച്ഛൻ അവരെ പോയി ചീത്ത വിളിക്കുമായിരുന്നു. പല ദിവസങ്ങളിലും അമ്മയെ ഉപദ്രവിക്കുമ്പോൾ അമ്മയുടെ കരച്ചിൽ കേട്ടിട്ട് അപ്പച്ചിയൊക്കെ ഓടി വരും അമ്മയുടെ കരച്ചിൽ കേട്ടിട്ട്. അപ്പൊ അച്ഛൻ അമ്മയുടെ കഴുത്ത് ഞെക്കി ഭിത്തിയോട് ചേർത്ത് വെച്ച് അമ്മയെ ഉപദ്രവിക്കുന്ന അവസ്ഥയാണ് കാണുന്നത്. അപ്പൊ അവരച്ഛനെ പിടിച്ചു മാറ്റും. അങ്ങനെ പല പ്രാവശ്യം പല ഉപദ്രവങ്ങളായി നാട്ടുകാർക്കും ഒരു പ്രശ്നക്കാരനായിട്ട് അച്ഛൻ മാറാനായിട്ട് ഇടയായി തീർന്നു. അതുപോലെ നമ്മുടെ വീടെന്ന് പറയുമ്പോൾ അവിടെ ഫോറസ്റ്റിനോട് ചേർന്നിട്ടാണ്. ആ പ്രദേശത്താകെ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ നോക്കുമ്പോൾ ഭയങ്കര പ്രശ്നമുള്ള ഒരു സ്ഥലമായിരുന്നു. എല്ലാ വീടുകളിലും ഒരു അസമാധാനത്തിന്റെ ഒരു അന്തരീക്ഷമായിരുന്നു. കാരണം എന്ന് വെച്ചാൽ എല്ലാവരും അവിടെ വനമൊക്കെ ഉള്ളത് കൊണ്ട് ഈ ചാരായും വാറ്റാനും ഒക്കെ ഉള്ള ഒരു സൗകര്യം കൂടുതലുള്ളത് കൊണ്ട് എല്ലാ വീട്ടിലും ആണുങ്ങളൊക്കെ അത് ചെയ്യും. അവിടെ എപ്പോഴും പോലീസ് ജീപ്പ് ഇങ്ങനെ മിക്ക ദിവസങ്ങളിലും വന്നുകൊണ്ടേയിരിക്കും. കാരണം എവിടെയെങ്കിലും പ്രശ്നമായിരുന്നു. എപ്പോഴും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ട് ഈ പോലീസ് ജീപ്പ് എപ്പോഴും ഇങ്ങനെ ചില ദിവസങ്ങളിലെല്ലാം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ആ സമയത്തൊക്കെ എൻ്റെ ചെറുപ്പമായിട്ട് ആ സമയത്ത് ഒരു ഭയത്തിന്റെ ദിനങ്ങളായിരുന്നു അന്നെല്ലാം. ഈ പോലീസ് ജീപ്പൊക്കെ വരുമ്പോഴേ നമുക്കൊരു പേടിയാണ്, എന്തോ പ്രശ്നം നടന്നിട്ട് വരുന്നു എന്നുള്ളത്. അങ്ങനെ എൻ്റെ അച്ഛനും എപ്പോഴും പ്രശ്നമായി. നാട്ടിലും നാട്ടുകാർക്കും എല്ലാം ഒരു തലവേദനയായി മാറിയൊരു അവസ്ഥയായിരുന്നു. ഒരു ദിവസം ഇതുപോലെ അച്ഛൻ്റെ അളിയനുമായിട്ട് വഴക്കിട്ടിട്ടും റോഡിൽ കിടന്നിട്ടാണ് ഇവര് തമ്മിൽ വഴക്കുണ്ടാക്കുന്നത്. അനിയന്മാരും മദ്യപിക്കും, അവര് തമ്മിൽ വഴക്കുണ്ടാക്കും. എന്നാൽ ഒരു ദിവസം എൻ്റെ ചെറുപ്പത്തിൽ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്,
ഞങ്ങള് അപ്പച്ചിയുടെ മക്കളും ഞങ്ങളും കൂടെ അവരുടെ വീടിനുള്ളിൽ കയറി വാതിലെല്ലാം അടച്ചു. ഞങ്ങൾ വളരെ ഭയത്തോടെ അതിനകത്ത് ഇരിക്കുക. ഞങ്ങൾ ജനലിലൂടെ നോക്കുമ്പോൾ അച്ഛൻ ഭയങ്കര വഴക്ക്, അവരുമായിട്ട് അടിപിടിയാ ഭയങ്കരം. അതിന്റെ ഇടയ്ക്ക് അച്ഛൻ വീട്ടിനുള്ളിലേക്ക് കൂടി പോയിട്ട് കത്തി എടുത്തുകൊണ്ട് വന്ന് കത്തി കൊണ്ട് കുത്താനൊക്കെ. അങ്ങനെ നാട്ടുകാരും എല്ലാവരും കൂടി പിടിച്ചു മാറ്റി. അങ്ങനെ എപ്പോഴും അങ്ങനെ ഒരു പ്രശ്നമായിരുന്നു അച്ഛൻ. എപ്പോഴും വഴക്കുണ്ടാക്കും മറ്റുള്ളവരുമായിട്ട്. ഒരു സമാധാനമില്ലാത്തൊരവസ്ഥയായിരുന്നു. എന്നാൽ ഹൈന്ദവരമായിട്ട് നോക്കുമ്പോൾ എൻ്റെ അച്ഛൻ്റെ അച്ഛനാണെങ്കിൽ അവിടെ ഉള്ളവർക്കെല്ലാം, അവര് മലയ്ക്ക് പോകുമ്പോൾ പോകുന്നതിന് മുമ്പായിട്ട് കെട്ടുമുറുക്ക് എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ടല്ലോ, അതെല്ലാം ചെയ്തു കൊടുക്കുന്നത് അച്ഛൻ്റെ അച്ഛനായിരുന്നു. പക്ഷെ സ്വന്തം വീട്ടില് ഒരു സമാധാനമില്ലാത്ത ഒരു വല്ലാത്തൊരു പ്രയാസത്തിന്റെ ഒരു അനുഭവങ്ങളായിരുന്നു. അങ്ങനെ എൻ്റെ അച്ഛൻ്റെ പെങ്ങളെല്ലാം അച്ഛൻ്റെ പേരെഴുതിയിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു, ഒരു മാനസാന്തരം കൊടുക്കാൻ വേണ്ടി. അവര് പറയും, നീ യേശുവിനോട് പ്രാർത്ഥിക്ക്, നിനക്ക് വിടുതൽ തരുമെന്ന് പറയും. അപ്പൊ അച്ഛൻ അവരെ ചീത്ത വിളിക്കുമായിരുന്നു. എൻ്റെ അച്ഛൻ അമ്മയോട് ഒരു ദിവസം ഇങ്ങനെ പറഞ്ഞു, അവരുടലോടെ സ്വർഗത്തിൽ പോകാനിരിക്കുക, നീ ഹിന്ദുവായിട്ടാ ജനിച്ചേ, അതുകൊണ്ട് നീ ഹിന്ദുവായിട്ട് മരിച്ചാൽ മതിയെന്നും അച്ഛൻ അമ്മയോട് ഇങ്ങനെ പറയാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ ഒരു ദിവസം അച്ഛന് വളരെ പ്രയാസമായിട്ട്, ജീവിതത്തിൽ ഒരു സന്തോഷമില്ല, സമാധാനമില്ല, ഒരു നിരാശനായിട്ട് വീട്ടിൽ കിടക്കുന്ന അവസ്ഥയിൽ അച്ഛൻ ഒരു ശബ്ദം കേൾപ്പാനായിട്ട് ഇടയായി തീർന്നു. നീ കർത്താവായ യേശുവിനെ അറിഞ്ഞാൽ നീ നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കും എന്നുള്ള ശബ്ദം അച്ഛൻ കേട്ടു. അങ്ങനെ കേൾക്കുമ്പോൾ അച്ഛൻ ആദ്യം മനസ്സിലായില്ല, എന്താണെന്നൊന്നും മനസ്സിലായില്ല. പക്ഷെ 3 പ്രാവശ്യം അത് കേൾപ്പാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ അച്ഛന് പിന്നീട് മനസ്സിലായി അതൊരു ദൈവശബ്ദമാണെന്ന് അച്ഛന് മനസ്സിലായി. അങ്ങനെ അച്ഛൻ അടുത്തൊരു ചർച്ചിലേക്ക് പോയിട്ട് പാസ്റ്റർ അടുക്ക് പോയിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു. ആ പാസ്റ്റർ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അച്ഛന് അതുവരെ ഇല്ലാത്ത ഒരു സമാധാനം ലഭിച്ചതായിട്ട് അച്ഛൻ ഇങ്ങനെ പറയാനായിട്ട് ഇടയെ തീർന്നിട്ടുണ്ട്. അതിനു മുമ്പ് പല ദൈവങ്ങളോടും പ്രാർത്ഥിച്ചു, അനേക ദൈവങ്ങളെ വിളിച്ചുവെങ്കിലും ഒരു സമാധാനം, ഒരു സന്തോഷവും ഉണ്ടാകാൻ ഇടയായില്ല. അച്ഛന്റെ മദ്യപാനം മാറാനായിട്ട് ഇടയായില്ല. നേർച്ചകൾ നേർന്നിട്ടുണ്ടെങ്കിലും അച്ഛന്റെ മദ്യപാനം മാറിയില്ല. ഒരു സമാധാനം മറ്റൊരു ദൈവത്തിൽ നിന്നും ഉണ്ടാകാനായിട്ട് ഇടയായി തീർന്നില്ല. എന്നാൽ കർത്താവായ യേശുവിനോട് പ്രാർത്ഥിച്ചപ്പോൾ അച്ഛൻ ഒരു മാറ്റം ദൈവം കൊടുത്തു. കർത്താവിനെ അച്ഛൻ ഹൃദയത്തിൽ സ്വീകരിപ്പാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ സമാധാനമുള്ള ഒരു വ്യക്തിയായിട്ട് അച്ഛൻ വീട്ടിലേക്ക് വന്നു. അങ്ങനെ വീട്ടിലേക്ക് വരുമ്പോ അമ്മ അങ്ങനെ കിടക്കുമായിരുന്നു. അപ്പൊ അച്ഛൻ ചോദിച്ചു, അമ്മയുടെ എന്താ കിടക്കുന്ന വെച്ചും പറഞ്ഞു, എനിക്ക് തലവേദനയാന്ന് പറഞ്ഞു. അന്നേരം അച്ഛൻ പറഞ്ഞു, പ്രാർത്ഥിച്ചാ മതി, അത് മാറുമെന്ന് പറഞ്ഞു. അപ്പൊ അമ്മ ആദ്യമായിട്ടാണ് അങ്ങനെ അച്ഛൻ പറയുന്നത് കേൾക്കുന്നത്. അപ്പൊ അമ്മ ചോദിച്ചു, അതങ്ങനെ പ്രാർത്ഥിച്ചാൽ എങ്ങനെ മാറുന്നേ? അന്നേരം പറഞ്ഞു, നീ യേശുവിനോട് പ്രാർത്ഥിക്ക്, നിനക്കും തലവേദനയൊക്കെ മാറ്റിത്തരും, പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാ യേശു എന്ന് പറയാനായിട്ട് ഇടയായി തീർന്നു. പിന്നെ തുടർന്ന് അച്ഛൻ പ്രാർത്ഥനയ്ക്കൊക്കെ പോകാൻ തുടങ്ങി. ആദ്യ നാളുകളിലൊക്കെ അമ്മയ്ക്ക് അത്ര താല്പര്യമൊന്നും ഇല്ലായിരുന്നു. എന്നാൽ അച്ഛന്റെ ജീവിതത്തിലെ മാറ്റം കണ്ടപ്പോൾ, എല്ലാരാലും വെറുക്കപ്പെട്ടിരുന്ന മനുഷ്യന്റെ ജീവിതത്തിലെ ആ മാറ്റം കണ്ടപ്പോൾ അമ്മയ്ക്കും കർത്താവിൽ വിശ്വാസമായി. അമ്മയും പിന്നീട് പ്രാർത്ഥനയ്ക്കൊക്കെ പോകാൻ തുടങ്ങി. അമ്മ കമ്മലും മാലയൊക്കെ ഇട്ട് കുറിയൊക്കെ തൊട്ടിട്ടായിരുന്നു ആദ്യ നാളുകളിൽ പ്രാർത്ഥനയ്ക്ക് പോകുന്നത്. ഒരു ദിവസം കർത്താവിന്റെ ദാസനിലൂടെ ദൈവം സംസാരിപ്പാനായിട്ട് ഇടയായി തീർന്നു. ഞങ്ങളുടെ ഒഴുവമ്പാറയിലാണ് ഞങ്ങളുടെ പാസ്റ്റർ വീട്. ഉരുളയിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങള് ചർച്ച ഉള്ളത്. ജോൺസൺ പാസ്റ്റർ എന്ന് പറയും. പാസ്റ്റർ ആണെങ്കിലും വിശ്വാസികൾ ആരും പാസ്റ്റർ എന്നല്ല വിളിക്കുന്നത്, പപ്പ എന്നാണ് വിളിക്കുന്നത്. വിശ്വാസികളുടെ എല്ലാവരുടെയും പാസ്റ്റർ പപ്പയാണ്, പപ്പ എന്നാണ് വിളിക്കുന്നത് എല്ലാവരും. അതുപോലത്തെ ഒരു വ്യക്തിയായിരുന്നു ഞങ്ങളുടെ ദേവദാസൻ. എല്ലാവരെയും മക്കളെ പോലെ കാണുകയും കരുതുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു പാസ്റ്ററായിരുന്നു. അദ്ദേഹത്തിലൂടെയുള്ള ദൈവവചനം കേട്ട് അമ്മയ്ക്കും മാനസാന്തരം ഉണ്ടാകാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ അമ്മയും ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അമ്മയുടെ ആഭരണങ്ങളൊക്കെ അമ്മയും ഊരി മാറ്റി കർത്താവിനെ പൂർണ്ണമായിട്ട് കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിപ്പാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ അച്ഛൻ ആദ്യമേ ചർച്ചിൽ പോയിട്ട് സൺഡേ സ്കൂൾ പഠിക്കുന്ന ചെറിയ കുഞ്ഞുങ്ങളുടെ കൂടെ പോയിട്ട് അച്ഛൻ ഇരിക്കുമായിരുന്നു. വചനം പഠിക്കാനുള്ള ആ താല്പര്യം, അങ്ങനെ ആ ചെറിയ കുഞ്ഞുങ്ങളുടെ കൂടെ പോയിരുന്നു. അങ്ങനെ അച്ഛൻ വചനമൊക്കെ കുറേശ്ശെ മനസ്സിലാക്കി നല്ലൊരു വ്യക്തിയായിട്ട് മാറാനായിട്ട് ഇടയായി തീർന്നു. മുമ്പെല്ലാം എല്ലാരും കണ്ട് വെറുക്കപ്പെട്ടിരുന്ന വ്യക്തി പിന്നീട് നാട്ടുകാർക്കായാലും വീട്ടുകാർക്കായാലും പ്രിയപ്പെട്ട ഒരു വ്യക്തിയായിട്ട് മാറാനായിട്ട് ഇടയായി തീർന്നു. അത്രമേല് അച്ഛന്റെ ജീവിതത്തിലെ ദൈവം അവിടുന്ന് മാറ്റം കൊടുക്കാനായിട്ട് ഇടയായി തീർന്നു. പിന്നെ അച്ഛൻ എല്ലാവരോടും സ്നേഹമാ, എല്ലാവരെയും മക്കളെ മോനെ എന്നേ വിളിക്കുകയുള്ളൂ. അങ്ങനെ അച്ഛൻ പെട്ടെന്ന് തന്നെ അച്ഛന്റെ ജീവിതത്തിൽ ദൈവം ഒത്തിരി മാറ്റം കൊടുത്തു. അങ്ങനെ ദേവദാസൻ ദേവി ആലോചന പറഞ്ഞു, നീ വിശ്വസ്തയോടെ നിന്നാൽ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ദൈവം നിന്നെ വിളിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ തന്റെ ജീവിതത്തെ ആ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചു.
അങ്ങനെ ഒരു സഭാ ശുശ്രൂഷ അവിടെ നിന്ന് നൽകുവാനായിട്ട് ഇടയായി തീർന്നു. ആദ്യമായിട്ട് ശുശ്രൂഷയ്ക്കായിട്ട് പോകുന്നത് കോഴഞ്ചേരി കല്ലുമല എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ ചർച്ചില് ശുശ്രൂഷകനായിട്ട് കർത്താവിന്റെ വേലയിലായി തീരുവാനായിട്ട് ഇടയായി തീർന്നു. അത് കഴിഞ്ഞിട്ട് ചെറേറമ്പൻ എന്ന സ്ഥലത്തേക്ക് വന്നു. അങ്ങനെ അവിടെ എല്ലാ ദിവസങ്ങളിലും ഉപവാസ പ്രാർത്ഥന, അതുപോലെ പരസ്യയോഗം, എപ്പോഴും മീറ്റിങ്ങുകളും കാര്യങ്ങളുമാണ്. കർത്താവിന്റെ വേല അതിവിശ്വസ്തയോടെ ചെയ്യുവാനായിട്ട് അതിയായ ആഗ്രഹവും താല്പര്യവുമായിരുന്നു അച്ഛന്. അതുപോലെ ചില ചുരുക്കം ദിവസങ്ങൾ മാത്രമേ വീട്ടിലുണ്ടാകത്തുള്ളൂ. ബാക്കി ദിവസങ്ങളൊക്കെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പോകും. ഞങ്ങൾ സ്കൂൾ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരുമ്പോഴൊന്നും മിക്ക ദിവസങ്ങളിലും അമ്മ അച്ഛനും ഒന്നും വീട്ടിലുണ്ടാകത്തില്ല. അവര് എങ്ങനെ രാവിലെ പോകും. അങ്ങനെയായി കർത്താവ് അച്ഛനെ ശക്തമായി ഉപയോഗിച്ചു. പ്രവചനവരമൊക്കെ ദൈവം കൊടുത്തു. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവരുടെ വിഷയങ്ങള് വ്യക്തമായിട്ട് ആലോചനയായിട്ട് സംസാരിപ്പാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ അനേക വ്യക്തികളെ കർത്താവിലേക്ക് അച്ഛനെ നേടുവാനായിട്ട് ഇടയായി തീർന്നു. പല രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. മറ്റു വിഷയത്താൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഒരു കുടുംബം ഉണ്ടായിരുന്നു. ഒരു ഫാമിലിയായിട്ട് അമേരിക്കയിൽ പോകാനുള്ള താല്പര്യത്തിലായിരുന്നു. എന്നാൽ ആ അച്ചായന് മാനസികമായിട്ട് അസുഖം ഉണ്ടായിരുന്നു. ഒരിക്കലും പോകാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു. എന്നാൽ അച്ഛൻ അവരോട് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ വിഷമിക്കേണ്ട, ദൈവം പ്രവർത്തിക്കും, നിങ്ങൾ പോകാനുള്ള വിസയും ടിക്കറ്റും എല്ലാം റെഡിയാക്കിക്കോ, ദൈവം അത്ഭുതം ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആ അച്ചായന്റെ മാനസിക അസുഖം മാറാനായിട്ട് ഇടയായി തീർന്നു. അവര് ഫാമിലിയായിട്ട് അമേരിക്കയിൽ പോകാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ നിരവധി പേർക്ക് വേണ്ടി പല പെന്തക്കോസ്ത് കുടുംബങ്ങളിൽ മാത്രമല്ല, മർത്തോമ അതുപോലെ മറ്റു വിഭാഗത്തിൽപ്പെട്ട വീട്ടുകാരെല്ലാം അച്ഛനെ വിളിക്കും. അവരുടെ വീട്ടില് ഉപവാസ പ്രാർത്ഥന വെക്കും. അച്ഛനിൽ നിന്നും ആലോചന കേൾക്കുവാനും അവര് വീടുകളിൽ പ്രാർത്ഥന വെക്കും. അങ്ങനെ ഹിന്ദുവൊന്നുമില്ല, ക്രിസ്ത്യനൊന്നുമില്ല, ഒരു വ്യത്യാസമില്ലാതെ എല്ലാവരും അച്ഛനെ വിളിക്കും. അതുപോലെ ദൈവം മാറ്റിയ ഒരു വ്യക്തി ആയതുകൊണ്ട്, കർത്താവിനുള്ള ആലോചനയൊക്കെ പ്രാപിച്ചതുകൊണ്ട് അവരോടുള്ള അവരുടേതായ അവസ്ഥകളെ പ്രാർത്ഥിച്ചു പറയാനുള്ള കൃപയൊക്കെ ദൈവം കൊടുത്തു. അങ്ങനെ ഒരു കുടുംബം ഇതുപോലെ മധുരയെന്ന് വരാനായിട്ട് ഇടയെത്തിയിരുന്നു. അവര് ഇതുപോലെ ആരോ പറഞ്ഞു കേട്ടിട്ട് വന്നതാണ് അച്ഛനെ കുറിച്ചിട്ട്. അവര് വളരെ ഭാരത്തോടെയാണ് അവര് വീട്ടിലേക്ക് വന്നത്. ഞങ്ങളുടെ വീട്ടിലേക്ക് വരുമ്പോൾ അച്ഛൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവരുടെ വിഷയങ്ങള് വളരെ വ്യക്തമായിട്ട് അവരോട് സംസാരിപ്പാനായിട്ട് ഇടയെ തീർന്നു. അവർക്ക് ഭയങ്കര അത്ഭുതമായിപ്പോയി. ഇത്ര വ്യക്തമായിട്ട് ഇങ്ങനെ ഞങ്ങളുടെ കാര്യങ്ങൾ എങ്ങനെ തുറന്നു പറഞ്ഞല്ലോ. അച്ഛനോട് ഭയങ്കര അവർക്ക് അങ്ങ് താല്പര്യമായി. അപ്പൊ ഞങ്ങളുടെ വീടെന്ന് പറയുമ്പോൾ ചെറിയൊരു വീടാണ്, സ്ഥലമില്ല. ഫ്രണ്ടിലെന്ന് പറയുമ്പോൾ മുറ്റമില്ല, റോഡാണ്, ബസ്സെല്ലാം പോകുന്ന റോഡ്, വണ്ടിയെല്ലാം പോകുന്ന റോഡ്, ബാക്കിൽ തോടാണ്. ബാക്കിലേക്കും സ്ഥലമില്ല, ഫ്രണ്ടിലേക്കും ഇല്ല, ചെറിയൊരു വീടാണ്. അപ്പൊ ആ വ്യക്തി ഇങ്ങനെ വീടും സാഹചര്യം കണ്ടപ്പോ പറഞ്ഞു, പാസ്റ്റർ ഇങ്ങനെ നിൽക്കേണ്ട ആളല്ല, പാസ്റ്റർ ഞങ്ങളുടെയൊക്കെ അവിടേക്ക് വാ, ഞങ്ങൾ നല്ല വീടൊക്കെ വെച്ച് തരാം, ആരാധനയ്ക്കുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു തരാം, പാസ്റ്റർ അവിടേക്ക് വാന്ന് പറഞ്ഞു. അപ്പൊ അച്ഛൻ പറഞ്ഞു, ഇല്ല, ഞാൻ അങ്ങനെ വരത്തില്ല, ദൈവം എന്നെ ഈ ദേശത്താക്കിയിരിക്കുന്നത്, എനിക്ക് ഇവിടെ തന്നെ നിൽക്കാനാ താല്പര്യം എന്ന് പറഞ്ഞു. അങ്ങനെ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അനേകരെ വിടുതൽ കാണുവാനായിട്ട് ഇടയായി തീർന്നു. അതിൻ്റെ ഇടയ്ക്ക് അച്ഛന് അറ്റാക്ക് ഉണ്ടായിരുന്നു. പിന്നീട് അച്ഛൻ ആ രോഗാവസ്ഥയിൽ അത്ര ശാരീരികമായിട്ടൊന്നും ശ്രദ്ധിച്ചിട്ടൊന്നുമില്ല. ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന കർത്താവിന്റെ വേലയിലായിക്കൊണ്ടിരുന്നു. അതിനുശേഷം എനിക്ക് കർത്താവിന്റെ വേല ചെയ്യാൻ ഭയങ്കര താല്പര്യമായിരുന്നു. അച്ഛനും എന്നോട് പറയും, നീ ദൈവവേല ചെയ്താൽ മതി എന്ന് പറയും. അച്ഛന്റെ പ്രവർത്തനങ്ങൾ എന്നെ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട്. എല്ലാവരോടും ഒരു സഹതാപവും മനസ്സലിവുക. ആര് വന്ന് എന്ത് ചോദിച്ചാലും കൊടുക്കും. സാമ്പത്തികമായിട്ടായാലും അച്ഛൻ്റെ കയ്യിൽ കുറച്ച് പൈസ ഉള്ളെങ്കിൽ, നമ്മുടെ വീട്ടിൽ ഇപ്പൊ അരി സാധനമൊന്നും ഇല്ലെങ്കിൽ പോലും മറ്റൊരാളുടെ അവസ്ഥ കണ്ടിട്ട് അവർ ചോദിക്കുകയും വേണ്ട, അവർ അവസ്ഥ പ്രയാസത്തിലാണെന്ന് കണ്ടാൽ അച്ഛന്റെ കയ്യിലുള്ളത് അവർക്ക് എടുത്തു കൊടുക്കും. അതുപോലെ മറ്റുള്ളവരെ കരുതി സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പൊ എനിക്കും കർത്താവിന്റെ വേല ഇതുപോലെ നല്ല വിശ്വസ്തയോടെ ചെയ്യണം എന്നുള്ള ഒരു താല്പര്യമായിരുന്നു. അങ്ങനെ ഞാൻ SLC കഴിഞ്ഞിട്ട് അച്ഛൻ അതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ റാന്നി തന്നെ ഒരു ബൈബിൾ കോളേജിൽ പോയിട്ട് 2 വർഷം പഠിച്ചു. ആ ബൈബിൾ കോളേജിൽ തന്നെ എന്നെ കൊണ്ടാക്കി, ഞാനും അവിടെ ചേർന്നു. അപ്പൊ ഞാൻ അവിടെ തന്നെ താമസിച്ച് നിന്ന്, വീട്ടിലേക്ക് അത്ര ദൂരം ഉള്ളെങ്കിലും അവിടെ തന്നെ നിന്ന് ഞാൻ പഠിക്കുക. അങ്ങനെ ഒരു ദിവസം, എല്ലാ ദിവസവും ഞങ്ങൾക്ക് അവിടെ ഡ്യൂട്ടി തരാറുണ്ട്. എന്നാൽ ഒരു ദിവസം ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അവിടെ പുല്ലമ്പള്ളിയിലെ ഏലിയാമ്മ മാത്യു എന്ന് പറയുന്ന ഒരു അമ്മാമ്മയാണ് അവിടെ ബൈബിൾ കോളേജ് നടത്തുന്നത്. അമ്മാമ്മ രാവിലെ എന്നോട് പറഞ്ഞു, നീ ഇന്ന് ഡ്യൂട്ടി ഒന്നും ചെയ്യണ്ട, നീ പോയിരുന്ന് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരിയും കൂടെ
എൻ്റെ കൂടെ ഒക്കെ അയച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. അപ്പൊ അതിന്റെ തലേദിവസം എനിക്ക് അങ്ങനെ ഞങ്ങൾ റൂമിൽ 3 ബെഡാണ്. അന്ന് രാത്രി എനിക്ക് ഒരു വല്ലാത്ത പ്രയാസം എനിക്കുണ്ടായി. എന്തോ ഭയം പോലെയോ എന്തെല്ലോ ഒരു വളരെ അസ്വസ്ഥത ഉണ്ടായി. എന്താണെന്നൊന്നും അറിയത്തില്ലായിരുന്നു. പക്ഷെ പിറ്റേ ദിവസം രാവിലെ എൻ്റെ ഉപ്പാപ്പനും അച്ഛൻ്റെ അനിയനും വേറെ ഒരു അമ്മാമ്മയും കൂടെ വന്നിട്ടും അവിടെ ഞങ്ങളുടെ പ്രിൻസിപ്പാൾ അമ്മാമ്മയോട് പറഞ്ഞു, ഇതുപോലെ പുഷ്പൻ എന്ന എൻ്റെ അച്ഛൻ്റെ പേര്, പുഷ്പൻ മരിച്ചെന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് തന്നെ പിന്നെ ഞാൻ വീട്ടിലേക്ക് പോയി. അതിന് 2 ദിവസം മുമ്പ് ഞാൻ വീട്ടിലേക്ക് ചെന്നായിരുന്നു. അപ്പൊ അച്ഛൻ എന്നോട് പറഞ്ഞു, നീ ഇന്ന് പോകണ്ട, നാളെ പോകാന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ അമ്മാമ്മ വഴക്ക് പറയും, അതുകൊണ്ട് എനിക്ക് ഒത്തിരി അങ്ങനെ വഴക്ക് പറഞ്ഞ ആ പേടി ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ നിൽക്കുന്നില്ല, ഞാൻ പോവാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി. അതുകൊണ്ട് എനിക്ക് ഭയങ്കര പ്രയാസമായിരുന്നു. ഒരിക്കലും വിചാരിക്കാത്ത സമയത്ത് അച്ഛൻ്റെ ആ വേർപാട് ഒത്തിരി പ്രയാസത്തിലാക്കി. ഞാൻ എൻ്റെ അമ്മയെക്കാളും എനിക്ക് ഒത്തിരി താല്പര്യം എൻ്റെ അച്ഛനോടായിരുന്നു. ഒത്തിരി സ്നേഹമായിരുന്നു എൻ്റെ അച്ഛനോട് എനിക്ക്. അപ്പൊ അച്ഛൻ്റെ പെട്ടെന്നുള്ള ആ മരണം ഒത്തിരി പ്രയാസം ഉണ്ടാക്കി. കാരണം നമ്മുടെ സാഹചര്യങ്ങൾ വളരെ ശോചനീയമായ അവസ്ഥയുമാണ്. അങ്ങനെ അച്ഛൻ്റെ ശുശ്രൂഷ അടക്കം എല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ച് ബൈബിൾ കോളേജിലോട്ട് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ ഞങ്ങളുടെ ഒരു ബന്ധു എന്നോട് പറഞ്ഞു, നീ ഇങ്ങനെ പോകുന്ന എന്തിന്, ഇങ്ങനെ പോയിട്ട് എന്തോ നിനക്ക് കിട്ടാനാ, നിനക്ക് എന്തെങ്കിലും തൊഴിൽ ചെയ്തുകൂടെ? കാരണം നമ്മുടെ വീടിന്റെ അവസ്ഥയും അങ്ങനെയാണല്ലോ, നമുക്ക് മറ്റു വരുമാനങ്ങളോ മറ്റു ഒന്നും തന്നെ ഇല്ല. അപ്പൊ എൻ്റെ അച്ഛൻ മരിക്കുമ്പോൾ എൻ്റെ ആങ്ങള 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എൻ്റെ അച്ഛന് 42 വയസ്സേ ഉള്ളൂ. അപ്പോൾ എനിക്കപ്പോൾ 17 വയസ്സാണ്. ആ സമയത്താണ് ഇങ്ങനെ ഒരു സംഭവം നമ്മൾ വിചാരിക്കാത്ത വിധത്തിലായതുകൊണ്ട് ഒത്തിരി പ്രയാസം ഉണ്ടായി. എന്നാല് ഞാൻ അമ്മയോട് ഇങ്ങനെ പറഞ്ഞു, അമ്മ എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞപ്പോ അമ്മ പറഞ്ഞു, നീ അതൊന്നും നോക്കണ്ട, നീ പൊയ്ക്കോ, നിനക്ക് കർത്താവിന്റെ വേല ചെയ്യാനല്ലേ താല്പര്യം, നീ പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ബൈബിൾ കോളേജിലേക്ക് പോയി. അത് കഴിഞ്ഞ് ആ ബൈബിൾ കോളേജിലെ പഠനം കഴിഞ്ഞിട്ട് ഒരു ടീമിനെ കുറിച്ചിട്ട് ഇങ്ങനെ ഞങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ലിസ്റ്റ് ടീച്ചർ പറയാനായിട്ട് ഇടയെ തീർന്നു. ബെഥൽ ഗോസ്പൽ മിനിസ്ട്രി എന്ന് പറയുന്ന ഒരു ടീം, ഇപ്പോൾ AG ചർച്ചിലെ ശുശ്രൂഷകരാണ് മാത്യു ജോർജ് എന്ന് പറയുന്ന സാറും പ്രഭാറ്റി തങ്കച്ചൻ എന്ന് പറയുന്ന അവര് ഒരു ടീം പ്രവർത്തനം നടത്തുന്നുണ്ടായിരുന്നു. മൈലപ്രയിലായിരുന്നു അതിന്റെ ഓഫീസ്. പല സ്ഥലങ്ങളില് പല ചർച്ചുകാരുമായി ബന്ധപ്പെട്ട് അവര് നമുക്ക് താമസിക്കാനുള്ള സൗകര്യം തരും. നമ്മൾ അവിടെ പോയി താമസിച്ചിട്ട് 1 മാസം അവിടെ വർക്ക് ചെയ്യണം. പല വീടുകളിൽ കയറി സുവിശേഷം അറിയിക്കുകയും ട്രാക്ട് കൊടുക്കുകയും ചെയ്യുന്ന അങ്ങനെ ഒരു പ്രവർത്തനമായിരുന്നു. അങ്ങനെ ടീച്ചർ എന്നെ കൊണ്ടുവന്ന് ആ ടീമിലാക്കി. ഞാൻ ആ ടീമിൽ നിന്ന് ഒരു 4 വർഷത്തോളം ഞാൻ ആ ടീമിൽ നിന്ന് പ്രവർത്തിക്കാനായിട്ട് ഇടയായി തീർന്നു. അതിൻ്റെ ഇടയ്ക്ക് പല വിവാഹാലോചനകളും വന്നു. എനിക്ക് 18 വയസ്സായപ്പോഴേക്ക് നമ്മുടെ ഒരു 5 പൈസ ഞങ്ങളുടെ അക്കൗണ്ടിൽ ഇല്ലാതിരുന്ന സമയത്ത് എനിക്ക് 18 വയസ്സായപ്പോഴേക്ക് എൻ്റെ വിവാഹ ആവശ്യത്തിനുള്ള സാമ്പത്തികം ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരാനായിട്ട് ഇടയായി തീർന്നു. ദൈവം അതിനുള്ള വഴികളെ ആ സമയത്ത് അവിടെ ഒരുക്കി തരുവാനായിട്ട് ഇടയായി തീർന്നു. അതിനെ ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഒരുപാട് ദൈവത്തിന്റെ പ്രവൃത്തികളെ ജീവിതത്തിൽ കാണാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട്. അന്ന് മുതൽ ഇങ്ങനെ ഓരോ വിവാഹ ആലോചനകൾ വരുന്നുണ്ടെങ്കിലും അതൊന്നും ശരിയായില്ല പല കാരണങ്ങൾ കൊണ്ട്. അങ്ങനെ എൻ്റെ 22ാമത്തെ വയസ്സില് ആ ടീം എന്ന് പറയുമ്പോൾ മാത്യു സാറൊക്കെ നടത്തിയ സാറിനൊക്കെ ആ സമയത്തൊക്കെ ഒത്തിരി പ്രയാസമുണ്ട്. ടീമിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാറിൻ്റെ കയ്യിൽ അത്ര സാമ്പത്തികം ഒന്നുമില്ല. എന്നാലും ഞങ്ങൾക്ക് ഗ്യാസ് അടുപ്പ് തരും, അതുപോലെ ഭക്ഷണം ഉണ്ടാക്കാനുള്ള അരി സാധനങ്ങളും തരും. ഞങ്ങളെ ആ സ്ഥലത്ത് കൊണ്ടാക്കും. ഏത് ചർച്ചുകാരാണോ വിളിക്കുന്നത് അവിടെ നമ്മളെ കൊണ്ടാക്കും. നമുക്ക് താമസിക്കാനുള്ള സൗകര്യം അവര് തരും. അങ്ങനെ 1 മാസം അവിടെ താമസിച്ചിട്ട് നമ്മൾ വർക്ക് ചെയ്യും. ആ വർക്കിൽ അനേകര് കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്നത് കാണുവാനായിട്ട് ഇടയായി തീർന്നു. ഞാൻ തന്നെ പലർക്കും രക്ഷാവാചകം ചൊല്ലിക്കൊടുക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് പേര് കരഞ്ഞുകൊണ്ട് കർത്താവിനെ സ്വീകരിക്കുന്ന അനുഭവം കാണുവാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട്. ചർച്ചിലേക്ക് അനേകര് കടന്നു വന്നിട്ടുണ്ട് നമ്മുടെ പ്രവർത്തനത്തില്. മാത്യു സാറിനെയൊക്കെ ഞാൻ ഇപ്പോഴും നന്ദിയോടെ ഓർക്കുകയാണ്. അവരുടെ ഒത്തിരി സാമ്പത്തികമായിട്ടുള്ള പ്രയാസത്തിലാണെങ്കിൽ പോലും അവർ ആ ടീമിനെ നന്നായിട്ട് വിശ്വസ്തയോടെ കൊണ്ടുപോകാനായിട്ട് ഇടയായി തീർന്നു.
അങ്ങനെ ഞങ്ങള് വെൺപാല എന്ന പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ വർക്കിനായിട്ട് കടന്നുപോയി. അവിടെ ഞങ്ങൾക്ക് ഒറ്റ ദിവസം മാത്രമേ പ്രവർത്തിപ്പാനായിട്ട് കഴിഞ്ഞുള്ളൂ. അവിടെ അതിന് ചർച്ചിനോട് ചേർന്ന അമ്പലവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. മൊത്തം ഹിന്ദുക്കളാണ്. അവരറിഞ്ഞിട്ട് അവര് പിന്നീട് ഞങ്ങളെ അവിടെ ഇറങ്ങാനേ സമ്മതിച്ചില്ല. ഞങ്ങൾക്ക് അവിടെ പ്രവർത്തിപ്പാനായിട്ടേ കഴിഞ്ഞില്ല. മറ്റു പല സ്ഥലങ്ങളിലും ചെട്ടുകുളങ്ങരയും അതുപോലുള്ള സ്ഥലങ്ങളിലെല്ലാം ഞങ്ങൾ പോയി പ്രവർത്തിച്ചിട്ടുണ്ട്. പലരും ഞങ്ങളെ അതും ഇതും പറഞ്ഞിട്ടുണ്ട്, പള്ളു പറഞ്ഞിട്ടുണ്ട്, നമുക്ക് വേദന ഉണ്ടാക്കുന്ന വാക്കുകൾ ഞങ്ങളെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞങ്ങള് ധൈര്യത്തോടെ നിൽക്കും. ഞങ്ങൾ എന്നിട്ട് പരസ്പര സഹോദരിമാര് പറയും, സാരമില്ല, നമ്മൾ വിഷമിക്കേണ്ട, നമ്മുടെ കിരീടത്തില് ഒരു മുത്തും കൂടെ കർത്താവ് വെച്ച് തരും, നമ്മൾ ഇതെല്ലാം കേട്ട് സഹിച്ചു നിന്നാൽ കുഴപ്പമില്ല എന്ന് പറയും. ഞങ്ങൾ പിന്നെ പിറ്റേ ദിവസം ആ റൂട്ട് പോകത്തില്ല, വേറെ റൂട്ട് പോകും. അങ്ങനെ പല സ്ഥലങ്ങളിലും അനേക സ്ഥലങ്ങളിൽ പോയി പ്രവർത്തിച്ചു. അങ്ങനെ ഈ വെൺപാലയിൽ മാത്രം ഞങ്ങൾക്ക് പ്രവർത്തിപ്പാൻ കഴിഞ്ഞില്ല. ഒറ്റ ദിവസം മാത്രമേ ഞങ്ങൾ പ്രവർത്തിച്ചുള്ളൂ. അവിടെ ഒരു സ്ത്രീയാണ്, അവര് മറ്റുള്ളവരെയൊക്കെ അറിയിച്ചിട്ട് ഞങ്ങളൊക്കെ അവിടെ പിന്നീട് ഇറങ്ങാനേ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾക്ക് അതൊരു ഭയങ്കര നിരാശയായിപ്പോയി അവിടെ പ്രവർത്തിക്കാൻ പറ്റാഞ്ഞത്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഓഫീസിലേക്ക് വന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പാസ്റ്റർ വിവാഹ ആലോചന എനിക്ക് വരുന്നത്. അതിനു മുമ്പ് പല ആലോചനകൾ വന്നെങ്കിലും എനിക്ക് താല്പര്യം പൂർണ്ണ സുവിശേഷ വേല ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. പല ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ വന്നെങ്കിലും എനിക്ക് സുവിശേഷ വേല ചെയ്യുന്ന ആളെ മതി എന്നുള്ള ഒറ്റ തീരുമാനത്തിന് ഞാൻ നിൽക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ വിവാഹം നടക്കുന്നതിന് 1 വർഷം മുമ്പേ പാസ്റ്റർ ആലോചന വന്നു. അതായത് ഇവിടെ കാസർഗോഡ് ചർച്ചക്കോടിലാണ് പാസ്റ്റർ ആരാധനയ്ക്ക് പോകുന്നത്. അപ്പൊ അവിടുത്തെ പാസ്റ്ററും ഭാര്യ എന്ന് പറയുന്നത് എൻ്റെ അപ്പച്ചിയുടെ മോളും ഭർത്താവുക. അപ്പൊ അവര് എന്നെ ആലോചിക്കാം എന്നുള്ള നിലയിൽ അവരിങ്ങനെ ആലോചിച്ച് എന്നോട് ഇങ്ങനെ സംസാരിച്ചപ്പോ ഞാൻ പറഞ്ഞു, അപ്പൊ പാസ്റ്റർക്ക് മസ്കറ്റിൽ ചെറിയൊരു ജോലിയുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ജോലി ചെയ്യുമല്ലേ, ഞാൻ സുവിശേഷ വേല ചെയ്യുന്ന ആളെയാണ്, എനിക്ക് താല്പര്യം, അതുകൊണ്ട് എനിക്ക് ഇത് വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ അതിനുശേഷം 1 വർഷം കഴിഞ്ഞാണ് ഞങ്ങളുടെ പാസ്റ്റർ, പപ്പ എന്ന് പറഞ്ഞ ഞങ്ങളുടെ പാസ്റ്റർ ഗുഡ് ന്യൂസിലെ മാട്രിമോണിയിൽ പരസ്യം കൊടുത്തു. അങ്ങനെ ഇവിടെയുള്ള അപ്പച്ചിയുടെ മോളും ഭർത്താവ് ഇന്ദു എന്നും ഉണ്ണികൃഷ്ണൻ എന്നുമാണ് അവരുടെ പേര്. അവര് ഈ പരസ്യം കണ്ടിട്ട്, ഞാനന്ന് അറിഞ്ഞില്ല, ഞാനന്ന് അറിയാതെയാണ് അവര് വിളിക്കുന്നത്. അവര് വിളിച്ച് സംസാരിച്ചപ്പോഴാണ് ഞങ്ങളുടെ പാസ്റ്റർ എനിക്ക് വേണ്ടിയിട്ടുള്ള ആലോചനയ്ക്ക് ഇതിട്ടെന്നുള്ളത് മനസ്സിലായത്. അങ്ങനെ അവര് പാസ്റ്ററോട് പറഞ്ഞു, ഞങ്ങൾ ഇത് മുമ്പ് ആലോചിച്ചതാ, അപ്പൊ അവള് വേണ്ടാന്ന് പറഞ്ഞു. അപ്പൊ പാസ്റ്റർ പറഞ്ഞു, കുഴപ്പമില്ല, ഞാനൊന്ന് സംസാരിക്കട്ടെ, നമുക്കിത് ആലോചിക്കാന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ എന്നോട് പറയുമ്പോ ഞാൻ അമ്മയോട് ദേഷ്യപ്പെട്ടിട്ട് സംസാരിച്ചു. അമ്മയ്ക്ക് എന്താ, ഇത് ജോലി ഉള്ളത് കൊണ്ടാണ്, അമ്മ സാമ്പത്തികമാണോ നോക്കുന്നത്, എനിക്ക് ദൈവവേലയല്ലേ താല്പര്യം എന്നിങ്ങനെ ഞാൻ അമ്മയോട് സംസാരിച്ചു. പക്ഷെ പിന്നീട് അപ്പൊ എനിക്ക് 22 വയസ്സായി. പിന്നീട് ഞാൻ പറഞ്ഞു, സാരമില്ല, എന്താ ആലോചിക്ക്, ദൈവത്തിന് ഹിതമാണെങ്കിൽ അല്ല നടക്കുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ വിവാഹം എന്നെ കാണാൻ വരുന്നത്, അപ്പൊ പാസ്റ്റർ വിടില്ല, മസ്കറ്റിലാണ്. അവർ വീട്ടുകാരും സംബന്ധിക്കത്തില്ല നമ്മുടെ ഒരു കാര്യത്തിലും. പാസ്റ്റർ ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്നതാണ്. പാസ്റ്റർ വിശ്വാസത്തിൽ വന്നതിന് ശേഷം പാസ്റ്റർ അച്ഛൻ മരിച്ചതിന് ശേഷം കർമ്മങ്ങളൊന്നും ചെയ്യാത്തത് കൊണ്ട് പാസ്റ്ററെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതാണ്. ഇനി കാസർഗോഡ് ജില്ലയിൽ പോലും കടന്നു ചെല്ലരുതെന്നുള്ള വാണിംഗ് കൊടുത്താണ് അവര് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത്. ഒരു പെങ്ങളുണ്ട് പാസ്റ്റർക്ക്, ഒരു അനിയനുമുണ്ട്. അവര് വരെയും സ്വന്തം അനിയൻ ഉൾപ്പെടെ പാസ്റ്ററെ ഉപദ്രവിച്ച് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതാണ്. അപ്പൊ അവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അങ്ങനെ ഇരിക്കുമ്പോ എന്നെ കാണാൻ വരുന്നത് പാസ്റ്റർ ഒരു അടുപ്പത്തിലുള്ള സഹകരണത്തിലുള്ള ഒരു വിശ്വാസ കുടുംബമാണ് എന്നെ കാണാൻ വരുന്നത്. എന്നെ കണ്ടിട്ട് അവര് പാസ്റ്ററെ ഫോണിൽ വിളിച്ച് സംസാരിച്ചു. ഞങ്ങൾ പെണ്ണിനെ കണ്ടു, ഞങ്ങൾക്ക് കുഴപ്പമില്ല, നിന്റെ അഭിപ്രായം എന്തെന്ന് പാസ്റ്ററോട് ചോദിച്ചു. അപ്പൊ പാസ്റ്റർ പറഞ്ഞു, നിങ്ങൾക്ക് കുഴപ്പമില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, നമുക്ക് നടത്താന്ന് പറഞ്ഞു. അങ്ങനെ അന്നേരം ഞാൻ ഈ പാസ്റ്റർ സാക്ഷിയല്ല ഞാൻ കേൾക്കുന്നത്. പാസ്റ്റർ സാക്ഷിയെല്ലാം കേട്ടപ്പോ എനിക്ക് താല്പര്യമായി. ഇങ്ങനെ കർത്താവിന് വേണ്ടി നിൽക്കുന്ന ഒരാളാണല്ലോ, ഇത് കുഴപ്പമില്ല എന്നുള്ളത് എനിക്കും പിന്നീട് താല്പര്യമായി. അങ്ങനെ വിവാഹത്തിന്റെ നിശ്ചയവും വിവാഹത്തിന്റെ ഡേറ്റും കാര്യങ്ങളും എല്ലാം തീരുമാനിച്ചു. അത് വളരെ പെട്ടെന്നായിരുന്നു. അങ്ങനെ എല്ലാം തീരുമാനിച്ചു. പക്ഷെ പാസ്റ്റർ എന്നെ കണ്ടിട്ടില്ല. പാസ്റ്റർ ഒരു ഫോട്ടോ എന്നെ അവര് കാണിച്ചു. പക്ഷെ എന്റെ ഫോട്ടോയും പാസ്റ്റർ കണ്ടിട്ടില്ല, അല്ലാതെയും കണ്ടിട്ടില്ല. ഇന്നത്തെ പോലുള്ള അന്ന് അത്ര സൗകര്യമില്ലല്ലോ, ഫോൺ സിസ്റ്റം ഒന്നും അത്ര സൗകര്യം ആയില്ല. അപ്പൊ എന്നോട് ഫോൺ വിളിച്ച് സംസാരിച്ചപ്പോ ഞാൻ ചോദിച്ചു, എന്നെ ഇഷ്ടപ്പെട്ടോന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്നെ കണ്ടില്ലല്ലോ, പിന്നെ അങ്ങനെ ഇഷ്ടപ്പെടുന്നേ. അന്നേരം പറഞ്ഞു, ദൈവം എനിക്ക് തക്ക തുണയെ നൽകി തരുന്നേ, ആ ഒരു വിശ്വാസം എനിക്കുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ
പാസ്റ്റർ കാണാതെയാണ് വിവാഹ നിശ്ചയത്തിനുള്ള ഡേറ്റ് തീരുമാനിച്ചു, വിവാഹത്തിന്റെ ഡേറ്റ് തീരുമാനിച്ചു. ഞങ്ങളുടെ ബന്ധുക്കളെ എല്ലാവരെയും വിളിച്ചു. പാസ്റ്റർ വീട്ടിൽ നിന്ന് വരാൻ പിന്നെ ആരുമില്ല. പക്ഷെ പാസ്റ്റർ അപ്പച്ചിയുടെ 2 മക്കള് വന്നു. അവിടെയുള്ള ഒരു പ്രായമുള്ള ഒരു അമ്മയുണ്ട്. ഈ പാസ്റ്ററോടൊക്കെ ഒത്തിരി അടുത്ത് സഹകരിക്കുന്ന ഒരു അമ്മയാണ്. അവര് കാസർഗോഡുള്ള ഹിന്ദുക്കളെയും അവരുടെ ബന്ധുക്കളുടെ എതിർപ്പ് അവഗണിച്ചുകൊണ്ട് അവര് ധൈര്യത്തോടെ അവര് പറഞ്ഞു, അശോകന്റെ കല്യാണം എവിടെ ആയാലും ഞാൻ വരുമെന്ന് പറഞ്ഞിട്ട് ആ പ്രായമുള്ള അമ്മ അവരുടെ കൂടെ വരുവാനായിട്ട് ഇടയത്തുന്നു. ഒരു ഇളയമ്മയും വന്നു. അങ്ങനെ വേറെ ആരുമില്ല. പിന്നെ 2 കൂട്ടുകാരും വന്നു. അങ്ങനെ വേറെ ആരുമില്ല. പാസ്റ്റർ വീട്ടുകാരായിട്ട് അവര് മാത്രമേ ഉള്ളൂ, മറ്റാരുമില്ല. അമ്മയില്ല, സഹോദരങ്ങളില്ല, മറ്റു ബന്ധുത്രാദികൾ ആരുമില്ല. ഞങ്ങളുടെ വിവാഹം നടക്കുന്നത് കോഴഞ്ചേരിയിലാണ്. അപ്പൊ ഈ വിവാഹ ഡേറ്റും എല്ലാം തീരുമാനിച്ച് ഇവര് നാട്ടിലേക്ക് വരാനിരിക്കുമ്പോഴാണ് മസ്കറ്റിൽ ഗോനു ചുഴലിക്കാറ്റുണ്ടായത്. കടന്നു വരാൻ ചില ദിവസങ്ങളേ ഉള്ളൂ. അപ്പോഴേക്ക് ഈ ഗോനു ചുഴലിക്കാറ്റായിട്ട് എയർപോർട്ടെല്ലാം അടിച്ചു. അവിടെ അനേകര് മരണപ്പെട്ടു. വെള്ളം പൊങ്ങി ഭയങ്കര വിഷയമായിരുന്നു. ഞങ്ങള് നാട്ടിലിരുന്ന് TV കൂടെ ഒക്കെ കാണുന്നുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളുടെ പാസ്റ്റർമാരും വിശ്വാസികളൊക്കെ എന്നോട് ചോദിച്ചു, ഇനി എന്ത് ചെയ്യും? വിവാഹം എല്ലാം തീരുമാനിച്ചില്ലേ, എല്ലാരെയും വിളിച്ചില്ലേ, ഇനിയും ഇത് ഡേറ്റ് എല്ലാം മാറ്റണ്ടേ, എല്ലാവരെയും അറിയിക്കണ്ടേ, ഇനി എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. പക്ഷെ എന്തോ ദൈവത്തിന്റെ കൃപ കൊണ്ട് എനിക്കൊരു ടെൻഷനും ഇല്ലായിരുന്നു ആ സമയത്ത്. എനിക്കൊരു പ്രയാസം തോന്നിയതേ ഇല്ല ആ സമയത്ത്. എന്ത് ചെയ്യുമെന്ന്, എങ്ങനാവും, ഒരു പ്രയാസം തോന്നിയതേ ഇല്ല. പക്ഷെ പാസ്റ്റർക്കൊക്കെ വരാൻ തീരുമാനിച്ചിരുന്ന പാസ്പോർട്ട് എല്ലാം നഷ്ടപ്പെട്ടായിരുന്നു. വരാൻ തീരുമാനിച്ചിരുന്ന ആ ദിവസം തന്നെ കമ്പനിയുടെ മാനേജർ, ഒരു പെന്തക്കോസുകാരനാ, സേഫ്റ്റി മാനേജർ, അദ്ദേഹത്തിന്റെ ഇടപെടലിലൂടെ പാസ്പോർട്ടൊക്കെ വേഗം ശരിയാക്കി ലഭിച്ചു. അവര് വരാൻ തീരുമാനിച്ചിരുന്ന ഡേറ്റ് തന്നെ അവർക്ക് നാട്ടിലേക്ക് വരാനായിട്ട് ഇടയെ തീർന്നു. അങ്ങനെ നിശ്ചയത്തിന്റെ 2 ദിവസം മുമ്പാണ് പാസ്റ്റർ എന്നെ വന്ന് കാണുന്നത്, ആദ്യമായിട്ട് കാണുന്നത്. അങ്ങനെ അത്രയും പ്രയാസങ്ങളും പ്രതിസന്ധികളും കടന്നു വന്നെങ്കിലും കർത്താവ് ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ ചെയ്യാനായിട്ട് ഇടയായി തീർന്നു. ഒരു തടസ്സം കൂടാതെ തീരുമാനിച്ച സമയത്ത് വിവാഹം വളരെ അനുഗ്രഹമായി. കോഴഞ്ചേരി മാരാമണ് കർണാകരം പാസ്റ്റർ എന്ന് പറഞ്ഞ പാസ്റ്റർ ചർച്ച വെച്ചിട്ടാണ് നടത്തുവാനായിട്ട് ഇടയായി തീർന്നത്. വളരെ അനുഗ്രഹമായ നിലയിൽ വിവാഹം നടക്കുവാനായിട്ട് ഇടയായി തീർന്നു. അനേകരുണ്ടായിരുന്നു. പാസ്റ്റർ വീട്ടുകാരും അങ്ങനെ ആൾക്കാരില്ലെന്ന് പറഞ്ഞാലും മറ്റ് ദൈവദാസന്മാരും ദൈവമക്കളും അനേകര് കടന്നു വന്ന് ആ വിവാഹത്തെ സംബന്ധിപ്പാനായിട്ട് ഇടയായി തീർന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വിവാഹമാണെന്ന് തോന്നിയില്ല. ഒരു ആരാധനയായിരുന്നു. കൈയടിച്ച് എല്ലാവരും ആരാധിക്കുമായിരുന്നു. ബീഹാറിൽ നിന്ന് ഒരു രാജസ്ഥാനിൽ നിന്ന് വൈ യോഹനാൻ എന്ന് പറഞ്ഞ ദേവദാസൻ ഉണ്ടായിരുന്നു. ആ ദേവദാസന്റെ ശുശ്രൂഷയും PC ചെറിയാൻ പാസ്റ്ററാണ് വിവാഹം നടത്തിയത്. വളരെ അനുഗ്രഹമായ നിലയിൽ വിവാഹം നടക്കുവാനായിട്ട് ഇടയായി തീർന്നു. അതുപോലെ ഞങ്ങളുടെ ബന്ധുക്കളൊക്കെ ഞങ്ങളോട് പറഞ്ഞു, പലരും ഹിന്ദുക്കളാണല്ലോ കൂടുതലും പേര്. എൻ്റെ അച്ഛൻ്റെ വീട്ടുകാരെന്ന് പറയുന്നത് 2 അനിയന്മാര് വിശ്വാസത്തിൽ വന്നു. അതിനുശേഷം അച്ഛൻ്റെ അമ്മ വിശ്വാസത്തിൽ വന്നു. അതിനു മുമ്പേ അച്ഛൻ മരിച്ചു, വെല്ലിച്ചൻ മരിച്ചു. വെല്ലിച്ചൻ മലയ്ക്ക് പോയിട്ട് വന്ന അന്നാണ് മരിക്കാനായിട്ട് ഇടയായി തീർന്നത്. വെല്ലിച്ചൻ അങ്ങനെ മരിച്ചു. പക്ഷെ വെല്ലിമ്മ പിന്നീട് കുറച്ചു നാൾ കഴിഞ്ഞപ്പോഴേക്ക് എൻ്റെ അച്ഛൻ്റെ മരണശേഷം ആണ് വെല്ലിമ്മ വിശ്വാസത്തിലേക്ക് വന്നു. പിന്നെ അച്ഛൻ്റെ 2 അനിയന്മാരും വിശ്വാസത്തിലേക്ക് വരാനായിട്ട് ഇടയായി തീർന്നു. അപ്പൊ അവരെല്ലാം ബാക്കിയുള്ളവരെല്ലാം ഹിന്ദുക്കളാ. അപ്പൊ അവർക്ക് ഈ പെന്തക്കോസ് വിവാഹത്തില് സംബന്ധിക്കുമ്പോ ഈ പ്രസംഗമൊക്കെ നീണ്ടു പോകുന്നത് അവർക്കൊരു ഇഷ്ടക്കേടാ. അപ്പൊ പക്ഷെ ഞങ്ങളുടെ വിവാഹത്തില് അവര് പറഞ്ഞു തീരല്ലേ എന്നായിരുന്നു. അതുപോലായിരുന്നു മെസ്സേജുകളും ശുശ്രൂഷകളും. വേഗം തീരണ്ടായിരുന്നു എന്നുള്ള ഒരു ആഗ്രഹമായിരുന്നു അവർക്കെന്ന് അവർ പറയാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ നല്ല രീതിയിൽ വിവാഹം നടന്നു. വിവാഹം കഴിഞ്ഞിട്ട് ഞങ്ങളുടെ വീട്ടിൽ തന്നെയായിരുന്നു. കാസർഗോഡ് വരാനായിട്ട് പറ്റുകയല്ലോ, അതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ തന്നെയായിരുന്നു. 3 മാസത്തിന് ശേഷം പാസ്റ്റർ വീണ്ടും മസ്കറ്റിലേക്ക് പോയി. അത് കഴിഞ്ഞ് പിന്നീട് ചില മാസങ്ങൾ കഴിഞ്ഞപ്പോൾ കമ്പനിയിലെ മാനേജർ എന്നെ കൂടെ മസ്കറ്റിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഇടയായി തീർന്നു. 1.5 വർഷം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അത് മൂത്ത മോനെ പ്രഗ്നന്റ് ആയ ശേഷം നാട്ടിലേക്ക് വന്നു. അത് കഴിഞ്ഞ് പാസ്റ്റർ നാട്ടിലേക്ക് വന്നു. ലീവിന് വന്നിട്ട് കുഞ്ഞിന്റെ പ്രസവത്തിൽ ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നോർമൽ ഡെലിവറി നടക്കുമെന്ന് വിചാരിച്ചെങ്കിലും പെട്ടെന്നൊരു അസ്വസ്ഥത ഉണ്ടായിട്ട് വേഗം ഓപ്പറേഷൻ ചെയ്തു. ഓപ്പറേഷൻ ചെയ്ത് എടുക്കുമ്പോഴും കുഞ്ഞിന്റെ കരച്ചിലൊന്നും ഇല്ലായിരുന്നു. പുക്കിൾക്കൊടി മൂക്കിക്കൂടെയും കഴുത്തെ കൂടെ എല്ലാം ചുറ്റിട്ടൊന്നാകെ ഒരു പ്രയാസത്തിലായിരുന്നു. അവന് പിന്നീട് ചില ദിവസങ്ങൾ ചൂടിലൊക്കെ വെച്ചു. അത് കഴിഞ്ഞിട്ട് അവന് പാല് കുടിക്കുന്നില്ലായിരുന്നു. അങ്ങനെ ഒരു പ്രയാസം ഉണ്ടായിരുന്നു. അപ്പൊ അവര് പറഞ്ഞു, കോഴഞ്ചേരി ഹോസ്പിറ്റലായിരുന്നു. അപ്പൊ അവര് പറഞ്ഞു
കുഞ്ഞിനിങ്ങനെ പ്രയാസം ഉള്ളത് കൊണ്ട് കോട്ടയത്തേക്ക് കൊണ്ടുപോകും, കുഞ്ഞിന് പാല് കുടിച്ചില്ല എങ്കിൽ എന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ അവിടെ അന്നേരം ഒരു ദേവദാസനെ കണ്ട് ആ ദേവദാസനോട് കാര്യങ്ങൾ പറഞ്ഞു. ആ ദേവദാസൻ വന്ന് പ്രാർത്ഥിച്ചു. ചില നിമിഷം കഴിഞ്ഞപ്പോൾ തന്നെ കുഞ്ഞു നോർമലായി പാലൊക്കെ കുടിച്ചു, ഒരു കുഴപ്പമില്ലാതെ ഞങ്ങൾക്ക് വീട്ടിലേക്ക് കടന്നു വരാനായിട്ട് ഇടയെ തീർന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പാസ്റ്റർ അനിയൻ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, നീ കാസർഗോഡേക്ക് വരണം, വീട് സ്ഥലവും വീതം വെക്കണം എന്ന് പറഞ്ഞു. അന്നേരം പാസ്റ്റർ പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് പാസ്റ്റർ കാസർഗോഡേക്ക് വന്നു. ഒരിക്കലും കാസർഗോഡ് കാലുകുത്താൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല. പക്ഷെ അനിയൻ വിളിച്ചു കാര്യങ്ങൾ പറഞ്ഞപ്പോൾ കാസർഗോഡേക്ക് വന്നിട്ട് അവരെല്ലാവരും അങ്ങ് തീരുമാനിച്ചു. അനിയന് കുടുംബ വീട് വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ പാസ്റ്റർക്ക് കുടുംബ വീട് കൊടുത്തു. പെങ്ങൾക്കും അനിയനും വേറെ സ്ഥലം കൊടുത്തു. അങ്ങനെ പാസ്റ്റർ പിന്നീട് തിരിച്ച് മസ്കറ്റിലേക്ക് പോയി ചില മാസങ്ങൾ കഴിഞ്ഞപ്പോഴേക്ക് പാസ്റ്റർക്ക് ന്യൂമോണിയ ആയിട്ട് അവിടെ നിൽക്കാൻ പറ്റാത്ത സ്ഥിതിയായി. പിന്നെയും നാട്ടിലേക്ക് വന്നു. മംഗലാപുരം ഹോസ്പിറ്റലിൽ ചികിത്സ ചെയ്യാമെന്നുള്ള ചിന്തയിൽ കാസർഗോഡേക്കാണ് വന്നത്. അപ്പൊ ഞങ്ങള് പാസ്റ്റർ വീട്ടിലാണ്, ഉണ്ണികൃഷ്ണൻ പാസ്റ്റർ വീട്ടിലാണ് ഞങ്ങള് നിന്നത്. എൻ്റെ അമ്മയും ഞങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ അവിടേക്ക് വന്നു. പിന്നെ മംഗലാപുരത്ത് കൊണ്ടുപോയി ചികിത്സിച്ചു. ഹോസ്പിറ്റലിൽ നിന്ന് മടങ്ങി വന്നിട്ട് പാസ്റ്റർ പറഞ്ഞു, നമുക്ക് വീട്ടിൽ തന്നെ നിൽക്കാം, കാസർഗോഡ് വീട്ടിൽ നിൽക്കാന്ന് പറഞ്ഞു. ഏതായാലും നമുക്ക് തന്നതല്ലേ, നമുക്ക് അവിടെ നിൽക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ കാസർഗോഡ് വീട്ടില് അങ്ങനെ താമസിക്കാനായിട്ട് ഇടയെ തീർന്നു. എന്നാൽ അന്നേരം പിന്നീട് പാസ്റ്റർക്ക് മസ്കറ്റിലേക്ക് പോകാൻ മെഡിക്കലൊക്കെ എടുക്കുമ്പോഴൊന്നും മെഡിക്കൽ ഫിറ്റ് ആകുന്നില്ല, പോകാനായിട്ടേ പറ്റുന്നില്ല. വളരെ പിന്നെ സാമ്പത്തികമായിട്ട് ഒത്തിരി പ്രയാസം വന്നു. വീട്ടിലെ കാര്യങ്ങൾ നടക്കാതെയൊക്കെ ഒത്തിരി പ്രയാസം വന്നു. അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് തന്നെ രണ്ടാമത്തെ മോനെ പ്രസവിച്ചു. അതിനുശേഷം ഞങ്ങൾ പറഞ്ഞു, നമുക്ക് റാന്നി നിൽക്കാം, അവിടെ പോയിട്ട് എന്തെങ്കിലും ചെറിയ ജോലി എന്തെങ്കിലും ചെയ്യാമെന്നും പറഞ്ഞ് റാന്നിയിലേക്ക് പോയി. അവിടെ അനൂപ് എന്ന് പറയുന്ന ഒരു ഫാമിലി ഫ്രണ്ട്, അവര് നമ്മളെ സഹോദരങ്ങളെ പോലെ കാണുന്നതാണ്. അദ്ദേഹം പറഞ്ഞു, അവരുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്ക്, അങ്ങനെ ചെല്ലാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ കോഴഞ്ചേരിയിൽ അവിടെ പാസ്റ്റർ ദിവസം പോയി വരും. അങ്ങനെ നമ്മുടെ വീട്ടുകാര്യങ്ങളൊക്കെ ചെറിയ ചെലവിൽ നടക്കാനായിട്ട് ഇടയായി തീർന്നു. പക്ഷെ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഞാൻ ദൈവവേല ചെയ്തതാണല്ലോ, ഞാൻ ദൈവവേല എല്ലാം വിട്ടിട്ട് ഇപ്പൊ ഈ ഒരു അവസ്ഥയിലാണല്ലോ എന്നുള്ള ഒരു പ്രയാസം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ കർത്താവ് ഒരു വഴി ഒരുക്കണം എന്ന് പറഞ്ഞു. പക്ഷെ അതിൻ്റെ ഇടയിലെല്ലാം സാമ്പത്തികമായി ഒത്തിരി പ്രയാസമായി. ഞങ്ങൾക്ക് ഒരു 6.5 ലക്ഷം രൂപയോളം കടമായി. എന്നാൽ പല ദേവദാസന്മാരും ഞങ്ങളോട് ആലോചന പറഞ്ഞു, നിങ്ങൾ കർത്താവിന് വേലയ്ക്കുള്ളവരാണ്, ദൈവവേലയ്ക്ക് വേണ്ടി നിങ്ങൾ ഇറങ്ങണമെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾക്ക് തടസ്സമായിട്ട് ഞങ്ങൾ കണ്ടത് ഈ കടവാണ്. ഇത്ര രൂപ നമുക്ക് കടവുണ്ടല്ലോ, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ നമ്മൾ എങ്ങനെ വീട്ടും, എന്ത് ചെയ്യുമെന്ന് അറിയാത്തൊരു പ്രയാസത്തിൽ വളരെ പ്രയാസത്തിലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മസ്കറ്റിൽ തന്നെ ഒരു പാസ്റ്റർ ഉണ്ടായിരുന്നു, ജിജി എന്ന് പറയുന്ന പാസ്റ്റർ. അവരും നല്ല ഒരു കുടുംബം പോലെ, അവരുടെ വീട്ടിൽ എല്ലാ സ്വാതന്ത്ര്യം തന്നിട്ടുള്ളതാണ് ഞങ്ങൾക്ക് അവര്. ആ പാസ്റ്റർ പറഞ്ഞു, അശോകൻ ദൈവവേലയ്ക്ക് ഇറങ്ങിക്കോ, നമ്മൾ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങള് പിന്നെ കാസർഗോഡ് വീട്ടില് വന്ന് അവിടെ പ്രാർത്ഥന, ആദ്യം ആരാധന തുടങ്ങുന്നതിന് മുമ്പ് ചെറിയൊരു മീറ്റിംഗ് വെച്ചു. ആ മീറ്റിങ്ങിൽ കുറച്ച് സൗണ്ട് അധികമായിരുന്നു. അപ്പൊ നാട്ടുകാരെല്ലാം ഇളകി, പാർട്ടിക്കാരെല്ലാം ഈ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പാസ്റ്ററെ പുറത്തേക്ക് വിളിച്ചിട്ടും കോളറിന് കുത്തിപ്പിടിച്ചിട്ട് പറഞ്ഞു, നിന്റെ പ്രാർത്ഥനയും കൈകൊട്ടൊന്നും ഇവിടെ വേണ്ടാന്ന് പറഞ്ഞു. ഇനി മേലെ നടത്തിയെങ്കിൽ നിന്റെ കാല് കൊത്തും എന്നെല്ലാം പറഞ്ഞ് ഭീഷണിപ്പെടുത്താനായിട്ട് ഇടയായി തീർന്നു. പാസ്റ്റർ തിരിച്ചൊന്നും പറഞ്ഞില്ല. ശരി എന്ന് പറഞ്ഞ് അവിടെ വിട്ടു. പക്ഷെ പിന്നീട് നമ്മുടെ ആ വീട്ടിൽ തന്നെ, കുടുംബ വീട്ടിൽ തന്നെ ജിജി പാസ്റ്റർ വന്നിട്ട് ഞായറാഴ്ച ആരാധന പ്രാർത്ഥിച്ച് തുടങ്ങാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ഞങ്ങൾക്ക് ഇവിടെ അടുത്ത വീടുകളിലൊക്കെ പോകാനൊരു പേടിയാ. അതിനു മുമ്പ് ഞങ്ങള് കാസർഗോഡേക്ക് വന്നെങ്കിലും വളരെ പേടിയോടെ വരുന്നത്. കാരണം പാസ്റ്ററോട് പറഞ്ഞല്ലേ ഈ കാസർഗോഡ് ജില്ലയെ കാലുകുത്തലെന്ന്. അപ്പൊ ഞങ്ങള് വളരെ പേടിയോടെ, ആരെങ്കിലും കാണുന്നുണ്ടോ എന്നെല്ലാം നോക്കി വളരെ ഭയത്തോടായിരുന്നു ഈ കാസർഗോഡേക്ക് വരുന്നത്. വിവാഹം കഴിഞ്ഞതിന് ശേഷം അമ്മയെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വന്നായിരുന്നു. അമ്മയെ കാണാൻ വേണ്ടി വന്നു. അമ്മയെ മംഗലാപുരം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ യാത്രയിൽ ഞാൻ കുറെ ഛർദ്ദിച്ച് ക്ഷീണിച്ചത് കൊണ്ട് വീട്ടിൽ അമ്മയുടെ ബെഡേ കിടക്കാനായിട്ട് ഇടയെ തീർന്നു. അതിൻ്റെ ഇടയ്ക്കാണ് അനിയൻ വന്നത്. അനിയൻ വന്നപ്പോൾ എന്നെ കണ്ടപ്പോൾ അമ്മയോട് ചോദിച്ചു, അതാരെ കിടക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അശോകന്റെ ഓളാന്ന് പറഞ്ഞു. ഇവിടെ ഭാര്യയ്ക്ക് പറയുന്നത് ഓളെന്നും ഓനെന്നും, ഭാര്യ ഓളെന്ന് പറയും, അശോകന്റെ ഓളാന്ന് പറഞ്ഞു. അപ്പം അവൻ വളരെ അമ്മയോട് ദേഷ്യപ്പെടാൻ ഇടയെ തീർന്നു. എന്തിന് ഇവരെ ഇവിടെ കയറ്റി കിടത്തിയത്, അങ്ങനെ വളരെ ശബ്ദം ഉയർത്തി. അപ്പം പാസ്റ്റർ അപ്പോഴേക്ക് വന്നു.
പാസ്റ്ററോട് പറഞ്ഞു, വേഗം നീ ഇവിടുന്ന് പൊയ്ക്കോ, എൻ്റെ അച്ഛൻ എനിക്ക് വേണ്ടി പണിത വീടായത്, നിനക്ക് നിന്റെ ഓക്കും കിടന്നുറങ്ങാനല്ല എന്ന് പറഞ്ഞു വളരെ ശബ്ദം ഉണ്ടാക്കി അടിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തി. അപ്പോഴേക്ക് പാസ്റ്ററിനെ വേഗം വന്ന് വിളിച്ചിട്ട് ഞങ്ങൾ ഓടി പോവായിരുന്നു. എൻ്റെ കൈ പിടിച്ചിട്ട് വീടിന്റെ പുറകിൽ കൂടാ, പാസ്റ്ററെക്കാളും നല്ല ഹൈറ്റും വെയിറ്റും ഉള്ളത് അനിയൻ, അടിക്കുക വെച്ചാൽ അടിക്കുക, അതുപോലത്തെ ഒരു. അപ്പൊ എൻ്റെ കൈക്ക് പിടിച്ചിട്ട് പാസ്റ്റർ വേഗം ഓടി പോവായിരുന്നു. ആ സ്ഥാനത്താണ് അനിയൻ തന്നെ വിളിച്ചിട്ട് ആ വീട് തരുവാനായിട്ട് ഇടയായി തീർന്നത്. ദൈവത്തിന്റെ പ്രവൃത്തിക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ ഞങ്ങള് ദൈവവേല അവിടെ പ്രാർത്ഥിച്ച് ആരാധന തുടങ്ങാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ വിസിറ്റിങ്ങിന് പോയപ്പോൾ അവിടെ ഒരു സഹോദരനെ കണ്ട്. ആ സഹോദരൻ പറഞ്ഞു, അവരുടെ പെങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അവർ വീട്ടിലൊന്ന് ചെല്ലാമെന്ന് ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ അവരുടെ വീട്ടിൽ ചെന്നു. ആ സഹോദരൻ ഞങ്ങളോട് പറഞ്ഞു, എൻ്റെ പെങ്ങളോട് ഡോക്ടർ പറഞ്ഞത് 3 ദിവസം ജീവിക്കത്തുള്ളൂ, അതിൽ കൂടുതൽ ജീവിക്കത്തില്ല എന്നാ പറഞ്ഞെന്ന് പറഞ്ഞു. ഞങ്ങൾ ആ വീട്ടിൽ ചെല്ലുമ്പോൾ ആ സബിത എന്ന അവിടെ പേര്, അവൾക്ക് 4 മക്കളുണ്ട്. അവളൊരു വലിയ ബേസിനിൽ ഇങ്ങനെ ഛർദ്ദിച്ചുകൊണ്ടിരിക്കുക. അവളൊരു അസ്ഥികൂടം പോലെ ആയി. അവളുടെ രോഗം അതേ അവസ്ഥയിൽ, ആ ഒരു രോഗാവസ്ഥയായിരുന്നു അവൾക്ക്. ഏത് നിമിഷവും മരണം കടന്നു വരാമെന്നുള്ള ആ സ്ഥിതിയിലായിരുന്നു. എന്നാൽ ഞങ്ങൾ അവൾക്ക് വേണ്ടി അവിടുന്ന് പ്രാർത്ഥിച്ചു. ഞങ്ങൾ ആരാധന തുടങ്ങിയപ്പോൾ അവളോട് പറഞ്ഞു, നീ വീട്ടിലേക്ക് വാ, പ്രാർത്ഥിക്കാം, ദൈവം സൗഖ്യം തരുമെന്ന് പറഞ്ഞു. അവളെ 2 സഹോദരങ്ങൾ താങ്ങി പിടിച്ചുകൊണ്ട്, അവൾക്ക് സ്വയം നടക്കാനൊന്നും വയ്യ, അവൾ അങ്ങനെ കൊണ്ടുവന്ന് അവൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു. അവൾ ഇന്നും മരിച്ചിട്ടില്ല. അവൾ ഹോം നേഴ്സായിട്ട് ജോലി ചെയ്യുന്നുണ്ട്, പല സ്ഥലങ്ങളിൽ പോയിട്ട്. ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ കാണുക. അങ്ങനെ അവിടെ സൗഖ്യം കണ്ടിട്ട് അനേകര്, ദേളി എന്ന് പറയുന്ന സ്ഥലമാണ് അവിടെ വീട്, അവിടെ BJP ക്കാരാണ്. വളരെ നമുക്ക് അവിടെ നിന്ന് പോകാൻ പറ്റത്തില്ല, അതുപോലെ എതിർപ്പുകളുള്ള സ്ഥലമാണ് ഞങ്ങൾ. എന്നാൽ ഇടയ്ക്കൊക്കെ അവിടെ വീട്ടിൽ പോകും. ഇവളുടെ ഈ മാറ്റം കണ്ടിട്ട് ആ ദേശത്തുനിന്ന് പലരും കടന്നു വരാനായിട്ട് ഇടയായി തീർന്നു. മദ്യപാനിയായ ഒരു സഹോദരൻ വന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു, മദ്യപാനം മാറാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ പലര് കടന്നു വരാനായിട്ട് ഇടയായി തീർന്നു. പക്ഷെ പിന്നീട് വീട്ടിലേക്ക് ആൾക്കാർ വരുന്നത് കണ്ടപ്പോൾ അമ്മയ്ക്ക് വളരെ എതിർപ്പായിരുന്നു. അമ്മ വരുന്നവരോടൊക്കെ വളരെ അവർക്ക് പ്രയാസമാകുന്ന തരത്തിൽ ഇടപെടുവാനായിട്ട് ഇടയായി തീർന്നു. മുമ്പൊന്നും അമ്മ വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു, ഞങ്ങളോടാന്നേലും അങ്ങനെ വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ പിന്നീട് അമ്മയുടെ രീതികളൊക്കെ മാറാനായിട്ട് ഇടയായി തീർന്നു. എന്നോട് വളരെ പ്രയാസമായിരുന്നു അമ്മയ്ക്ക്. ഒരു സാധനം എടുക്കാൻ എന്നെ സമ്മതിക്കത്തില്ല, മറ്റുള്ളവരോട് മിണ്ടുവാൻ എന്നെ സമ്മതിക്കത്തില്ല. ഞാൻ കാസർഗോഡോട്ട് ഞങ്ങൾ വരുമ്പോൾ തന്നെ ഈ നമ്മുടെ നാട്ടിലെ പോലല്ല, നമ്മൾ ആഭരണമൊന്നും ഇല്ലാത്ത സ്ത്രീകളെയൊക്കെ ഇവര് അങ്ങനെയുള്ളവരുമായിട്ട് സഹകരിക്കത്തില്ല. നമ്മളെ വേറൊരു തരത്തിലാണ് ഇവിടെ ഉള്ളവർ കാണുന്നത്. അങ്ങനെ ആരും വരുത്തില്ല വീട്ടില്. അന്ന് സുഖമില്ലാതെ പാസ്റ്റർ വന്നതുകൊണ്ട് അവരുടെ ചില ബന്ധുക്കൾ ആ സമയത്ത് വന്ന് കണ്ടതല്ലാതെ പിന്നീട് ആരും വീട്ടിലേക്ക് വരത്തില്ല, ഞങ്ങളോട് മിണ്ടത്തില്ല. അതുപോലെ പെങ്ങള് വരുമായിരുന്നു. പെങ്ങൾക്ക് അവിടെ തെങ്ങും വളപ്പുണ്ട്. അപ്പൊ അവൾ ആ തേങ്ങ ഇടുന്ന സമയത്ത് അവിടെ വരും. പക്ഷെ അവള് വീട്ടിനുള്ളിൽ കയറത്തില്ലായിരുന്നു. അവള് ദൂരെയാണ് കെട്ടിച്ചെങ്ങനെ, അവൾ അവിടുന്ന് കുപ്പിയിൽ വെള്ളം കൊണ്ട് വരും. അവള് വരുമ്പോ ഞാൻ ചായ ഇട്ട് കൊടുത്താൽ അവള് കുടിക്കത്തില്ല, വീടിൻ്റെ ഉള്ളിൽ കയറത്തില്ലായിരുന്നു, എന്നോട് മിണ്ടത്തില്ല, അങ്ങനെയൊക്കെയായിരുന്നു. പക്ഷെ പിന്നീട് അവക്ക് കൊടുത്ത സ്ഥലത്ത് അവക്ക് കട പണിയാൻ വേണ്ടിയിട്ട് പിന്നീട് ദൈവം പതിയെ അവർ സ്ഥിതികളെ മാറ്റാനായിട്ട് ഇടയെത്തുന്നു. പിന്നീട് വീടിന് വരുമ്പോഴെല്ലാം വീട്ടിനുള്ളിൽ കയറും, വെള്ളമൊക്കെ കുടിക്കും, ചായയൊക്കെ കുടിക്കും, അങ്ങനെ ചെറിയ മാറി. പിന്നീട് അവക്ക് കട പണിയണമെന്ന് അതുകൊണ്ട് ആ താല്പര്യം ഉള്ളത് കൊണ്ട് മറ്റേ അനിയനോട് ചോദിച്ചില്ല, പാസ്റ്ററോട് വന്നിട്ട് ചോദിച്ചു, ആ പണികളൊക്കെ ഒന്ന് നോക്കി ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പൊ പാസ്റ്റർ വന്ന് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ പാസ്റ്റർ അവൾക്ക് കട റൂമൊക്കെ പണിയാനുള്ള കാര്യങ്ങൾ ചെയ്തു. അതുപോലെ ചെറിയൊരു വീടിനും ഉള്ള പണികളൊക്കെ എടുപ്പിച്ചത് പാസ്റ്ററാണ്. അങ്ങനെ പിന്നീട് അവിടെ രീതിക്ക് ഒത്തിരി മാറ്റം ദൈവം കൊടുത്തു. അവളെ ഞങ്ങളോട് നല്ലോണം സഹകരിക്കാനായിട്ട് ഇടയായി തീർന്നു. ഇപ്പൊ ഞങ്ങൾ എവിടെയെങ്കിലും പോയാലും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ആക്കുന്നത് അവിടെ എടുക്കല. അതുപോലെ ഇവിടെ എന്ത് ആവശ്യമുണ്ടെങ്കിലും അവിടെ മക്കൾ വന്നിട്ട് ഇവിടെ എന്തെങ്കിലും പണി ചെയ്യാനായാലും അതുപോലെ ഞങ്ങളായാലും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സഹകരണത്തിൽ അത്ര അടുപ്പത്തിൽ ദൈവം മാറ്റുവാനായിട്ട് ഇടയായി തീർന്നു. പക്ഷെ പിന്നെ ഈ അമ്മയുടെ രീതികൾക്ക് വ്യത്യാസം ഉണ്ടാകാൻ തുടങ്ങി. അമ്മ ഞാൻ ഒരു ദിവസം അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ രാവിലെ കുഞ്ഞുങ്ങൾക്ക് 8 മണിയാകുമ്പോൾ ബസ് വരും, അവർക്ക് ചോറ് കൊടുക്കണം, രാവിലെ ചായക്കാകണം, എല്ലാം ആ സമയത്തേക്കാകണം. ഞാൻ അടുക്കളയിൽ ചെല്ലുമ്പോൾ അടുക്കളയിൽ ഒരു പാത്രവും ഇല്ല. അമ്മ എല്ലാം എടുത്ത് മാറ്റി വെച്ചു, ഞാനൊന്നും എടുക്കാതിരിക്കാൻ വേണ്ടി. ഞാൻ പിന്നെ അപ്പുറം വീട്ടിൽ അപ്പച്ചിയുണ്ട്, അപ്പച്ചിയുടെ വീട്ടിൽ പോയിട്ട് പാത്രമൊക്കെ മേടിച്ച് അകത്ത് വീട്ടിനുള്ളിൽ അടുക്കളയിൽ തീ കത്തിക്കാനും സമ്മതിക്കുന്നില്ല, ഗ്യാസ് എടുക്കാൻ സമ്മതിക്കുന്നില്ല. പക്ഷെ ഇതെല്ലാം വാങ്ങിക്കുന്നതും സാധനങ്ങളെല്ലാം മേടിച്ച് വയ്ക്കുന്നതും നമ്മളാ. പക്ഷെ ഇതൊന്നും എന്നെ എടുക്കാനും തൊടാനും അമ്മ സമ്മതിക്കത്തില്ല. ഞാൻ പിന്നെ അപ്പുറം വീട്ടിൽ നിന്ന് പോയിട്ട് പാത്രങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് പുറത്ത് തീ കത്തിച്ചിട്ടും
ആണ് മക്കളെ വേഗം കൊടുത്തിട്ട്, ഞാൻ ഉണ്ടാക്കി വെക്കുന്ന ഭക്ഷണം തന്നെയാണ് അമ്മ കഴിക്കുന്നത്. പക്ഷെ എന്നോട് ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ ഒരു ദിവസം വന്നപ്പോഴും അതിൻ്റെ ഇടയ്ക്ക് പാസ്റ്റർ 3 വർഷം ബൈബിൾ പോയി, പരിയാരം ബൈബിൾ ചർച്ച് ബോർഡിന്റെ അവിടെ പഠിക്കാനായിട്ട് പോയി. ആ സമയത്ത് എനിക്ക് വളരെ പ്രയാസമായിരുന്നു. അമ്മ എന്നെ വേണ്ടാത്തതൊക്കെ പറയും. ഞാനാണെങ്കിൽ പ്രവർത്തനത്തിനൊക്കെ പോവായിരുന്നു. പാസ്റ്റേഴ്സ് ഇവിടെ വേറെ സ്ഥലത്തൊക്കെ അവര് വർക്ക് വെക്കും, അപ്പൊ എന്നെ വിളിക്കും. ഞാനപ്പോ ആ വർക്കിന് വേണ്ടിയിട്ട് പോകും. അപ്പൊ അമ്മ എന്നെ മോശമായിട്ടൊക്കെ ഇല്ലാത്തതൊക്കെ പറയുന്ന ഒരു സ്ഥിതിയായിരുന്നു. എനിക്ക് വളരെ പ്രയാസമായിരുന്നു. പാസ്റ്റർ ഇവിടെ ഇല്ല, ഞാൻ എങ്ങനെ നിൽക്കുമെന്നുള്ളത് എനിക്ക് ഒത്തിരി പ്രയാസമായിരുന്നു. അമ്മ പുറകെ നടന്ന് അതും ഇതും എല്ലാം പറയും. ഒരു ദിവസം അടുക്കളയിൽ ചെല്ലുമ്പോൾ ഗ്യാസ് തുറന്നു വെച്ചിട്ടുണ്ടായിരുന്നു. ആ സ്മെല്ല് വന്നതുകൊണ്ട് ഏതായാലും അത് കാണാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ഒത്തിരി പ്രയാസം ജീവിതത്തിൽ അനുഭവിക്കാനായിട്ട് ഇടയായി തീർന്നു. പലപ്പോഴും മക്കളെ സ്കൂളിൽ വിട്ടതിന് ശേഷം ഞാൻ റൂമിൻ്റെ ഉള്ളിൽ കയറി വാതിലടച്ചിട്ട് ഞാൻ അവിടെ ഇരിക്കും. പലപ്പോഴും പ്രാർത്ഥിക്കാൻ വാക്കുകൾ വരാറില്ല. ഞാൻ അവിടെ ഇരുന്ന് കരയുക മാത്രമേ ഉള്ളൂ. അതുപോലെ അമ്മ വളരെ പ്രയാസമായിരുന്നു. ഒരു ദിവസം ഞാനും പാസ്റ്ററും കൂടെ ഒരു വീട്ടില് സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അമ്മ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, ഞാനിപ്പൊ കിണറ്റിൽ ചാടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇത് കേട്ടിട്ട് പേടിച്ച് ഞങ്ങൾ വേഗം വന്നപ്പോ അമ്മ ഞങ്ങളോട് പറയാം, ഞാൻ വെറുതെ നിങ്ങളെ പേടിപ്പിക്കാൻ പറഞ്ഞതാണെന്ന്. അങ്ങനെ ഒത്തിരി പ്രയാസങ്ങള് അവിടെ വീട്ടിൽ നിന്ന് അനുഭവിക്കാനായിട്ട് ഇടയായി തീർന്നു. ഒത്തിരി എനിക്ക് പിന്നെ അവിടെ നിൽക്കാൻ പറ്റത്തില്ല. ഞങ്ങൾക്ക് പാസ്റ്റർക്കും അവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ. ഞങ്ങൾ ഒരു ദിവസം കഴിക്കാൻ ചോറ് മൺകലത്തിൽ ചോറ് വെച്ചത് അമ്മ ആ മൺകലത്തോട് എടുത്ത് എറിഞ്ഞിട്ട് അതെല്ലാം പൊട്ടിച്ചു കളഞ്ഞു. അതുപോലെ എപ്പോഴും ഒരു ഏത് അവസ്ഥയെന്ന് അറിയത്തില്ല, എപ്പോഴും വളരെ പ്രയാസമായിരുന്നു. ഞങ്ങൾക്ക് മറ്റുള്ളവരോട് മിണ്ടാനോ എവിടെയെങ്കിലും പോകാനോ ഒന്നും പറ്റത്തില്ല. ഇങ്ങനെ പറയാം അമ്മ, ആ വാക്ക് പറയാമോ എന്ന് എനിക്കറിയത്തില്ല, എങ്കിലും മനസ്സിലാകാൻ പറയുന്നത് ഞാൻ തെണ്ടാൻ പോകുന്നതെന്നാ പറയുന്നത്. നമ്മൾ പ്രാർത്ഥനയ്ക്ക് പോകുമ്പോഴോ മറ്റു പ്രവർത്തനത്തിന് പോകുമ്പോഴോ അമ്മ അങ്ങനെയാണ് പറയുന്നത്. എന്നിട്ട് നമ്മൾ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് പോയിട്ട് വന്ന് വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ചോദിക്കും, ഇന്ന് തെണ്ടാൻ പോയടുത്തുനിന്ന് കിട്ടിയില്ലേന്ന് ചോദിക്കും. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. അങ്ങനെ വളരെ പ്രയാസം അനുഭവിച്ചു. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ ഒരു ചർച്ച് വിൽക്കാനുണ്ടെന്ന് നമ്മൾ അറിയാനായിട്ട് ഇടയായി തീർന്നു. ഗോസ്ബൽ നാഷന്റെ ചർച്ചാണ് അവര് വിൽക്കുന്നെന്ന് പറഞ്ഞു. അങ്ങനെ നമുക്കത് വിലയ്ക്ക് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവര് ആ തീരുമാനമൊക്കെ എടുത്തെങ്കിലും പെട്ടെന്ന് അവര് കുറച്ച് ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, നമ്മളത് വിൽക്കുന്നില്ല എന്ന് പറഞ്ഞു. പിന്നീട് അവർ വാടകയ്ക്ക് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് 2 കിലോമീറ്ററേ ഉള്ളൂ, അത്ര ദൂരമേ ഉള്ളൂ. അങ്ങനെ ഞങ്ങള് അവിടുന്ന് ദൈവം ഒരു വഴി ഒരുക്കിയതാണ്. കാരണം വീട്ടിൽ നിന്നും ഒരു തരത്തിലും നമുക്ക് സന്തോഷത്തോടെ സമാധാനത്തോടെ ദൈവവേല ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഞങ്ങള് ഈ ചർച്ചിലേക്ക് നമുക്ക് വാടകയ്ക്ക് തരാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങള് ഈ ചർച്ചിലേക്ക് വരാനായിട്ട് ഇടയായി തീർന്നു. ഒരിക്കലും അമ്മ അങ്ങനെ വിചാരിച്ചില്ല ഇങ്ങനെ ഒരു വഴി നമുക്ക് ഒരുക്കുമെന്നുള്ളത്. പലപ്പോഴും ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അമ്മ, ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞിട്ടുണ്ട്. പലതും നമുക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിൽ പല പ്രവൃത്തികളും സംസാരങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ദൈവം ഒരു വഴി ഒരുക്കി ഞങ്ങൾ ഇവിടെ ചർച്ചിലേക്ക് വരാനായിട്ട് ഇടയായി തീർന്നു. പിന്നീട് ഒരു 3 വർഷം കഴിഞ്ഞിട്ടാണ് നമ്മളോട് ഇവര് പറഞ്ഞു, ഇത് വേറെ ഇവര് വിൽക്കുന്നില്ല, നിങ്ങൾ ഇവിടുന്ന് വേഗം മാറണം എന്ന് പറഞ്ഞു. അപ്പൊ വേഗം മാറണം എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾക്ക് വേറെ പോകാനൊരിടവില്ല, വീട്ടിലേക്ക് പോകാനൊക്കത്തില്ല. നമ്മ വേറെ ഒരു വാടക വീട് നമുക്ക് തരത്തില്ല. കാരണം ഇവിടെ ഉള്ളവർക്ക് അറിയാം നമ്മൾ യേശുവിനെ ആരാധിക്കുന്നവര്. ഇവിടെ ഉള്ളവർ പറയുന്നത് കൈ കൊട്ടുന്നവര് എന്നൊക്കെയാണ് നമ്മളെ പറയുന്നത്. പിന്നെ ചേട്ടനെന്നും ചേട്ടത്തിന്നും പറയും ക്രിസ്ത്യാനികളെ. ഞാൻ പറയാറുണ്ട്, എനിക്ക് സ്വന്തമായിട്ടില്ലെങ്കിൽ ഈ ദേശത്ത് ഒത്തിരി സഹോദരങ്ങൾ, അനിയന്മാരും അനിയത്തിമാരും ഉണ്ടെന്ന്. എന്നെ ചേട്ടത്തി എന്നാ പറയുന്നത്. സഹോദരന്മാരെ പറയുന്നത് ചേട്ടനെന്നും. ആ രീതിയാണ് ഈ കാസർഗോഡ് ജില്ലയില്. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നു. അങ്ങനെ പെട്ടെന്ന് മാറണം എന്ന് പറഞ്ഞെങ്കിലും നമുക്കൊരു വീടൊന്നും തരത്തില്ല. ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ ഇനി എന്ത് ചെയ്യണം, ഞങ്ങൾ എങ്ങോട്ട് പോകും, ഇവിടുന്ന് മാറണം എന്ന് അവർ പറഞ്ഞല്ലോ. നമ്മുടെ കയ്യിൽ സാമ്പത്തികമായിട്ടും ഒന്നുമില്ല. ഞങ്ങൾ വളരെ പ്രയാസത്തോടെ പ്രാർത്ഥിച്ചു. എന്നാൽ കർത്താവ് ദൈവവചനത്തിലൂടെ ഞങ്ങളോട് സംസാരിച്ചു. നിന്നെ ക്ലേശിപ്പിക്കുന്നവരോട് അന്നാളി ഞാൻ ഇടപെടുമെന്ന് പല വചനങ്ങൾ ഞങ്ങൾക്ക് തരുവാനായിട്ട് ഇടയായി തീർന്നു. ഞങ്ങൾ ദിവസം പ്രാർത്ഥിച്ചു
പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഒരിക്കലും ചിന്തിക്കാത്ത തരത്തിലാണ് ഇതിനോട് ചേർന്ന് 40 സെന്റ് സ്ഥലം നമുക്ക് വാങ്ങിക്കാനായിട്ട് ഇടയായി തീർന്നു. അതിന് നമ്മുടെ കയ്യിൽ ഒന്നുമില്ലായിരുന്നു. ഈ ചർച്ചിന് വേണ്ടിയിട്ട് ഒരു 2.5 ലക്ഷം രൂപ ആകെ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു. ഇത് തരുവാണെങ്കിൽ മേടിക്കാമെന്നുള്ള രീതിയിൽ, അല്ലാതെ വേറെ ഒരു പൈസയും ഇല്ലായിരുന്നു. പക്ഷെ ദൈവം വഴികളെ ഒരുക്കി അനേക ദൈവമക്കൾ ഞങ്ങളെ സഹായിച്ചു. 40 സെന്റ് സ്ഥലം ഇതിനോട് ചേർന്ന് തന്നെ എടുപ്പാനായിട്ട് ദൈവം ഇടയാക്കി. അവിടെ ചെറിയൊരു പാഴ്സനേജ് പണിയുവാനും അതിനൊന്നും ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലായിരുന്നു. വിശ്വാസത്താലാണ് ഞങ്ങൾ ആദ്യം വിചാരിച്ചത് ആസ്പെറ്റോസ് ഇട്ട് ചെറിയൊരു ഷെഡ് വെക്കാന്ന് വിചാരിച്ചു. തേക്കും ഒന്നും വേണ്ട, കല്ല് കെട്ടി ചെറിയൊരു ഷെഡാക്കി വെക്കാന്ന് വിചാരിച്ചു. പക്ഷെ ആ ഫ്രണ്ട് സിറ്റ് ഔട്ടും ആ ഹാളും ഓടിടുവാനും ബാക്കി ആസ്പെറ്റോസ് ഇട്ട, പക്ഷെ എല്ലാം തേക്കുവാനും ടൈൽസ് ഇടുവാനും എല്ലാം ദൈവം വഴി ഒരുക്കി. അതാത് സമയത്താണ്. ഒരു പണി കഴിഞ്ഞിട്ട് അടുത്ത പണിക്കുള്ള സാമ്പത്തികം ഇല്ല നമ്മുടെ കയ്യിൽ. എന്നാൽ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ദൈവം ആ സമയത്ത് ദൈവം അതിനുള്ള സാമ്പത്തിക വഴികളെ ദൈവം ഒരുക്കി തരുവാനായിട്ട് ഇടയായി തീർന്നു. ഇവിടെ എന്ന് പറയുമ്പോൾ ഞങ്ങൾ അനേക വീടുകളിൽ കയറിയിട്ടുണ്ട്, പ്രവർത്തനങ്ങൾ വെച്ചിട്ടുണ്ട്. പക്ഷെ ആത്മാക്കൾ കടന്നു വരുന്നില്ല. എന്തെന്ന് വെച്ചാല് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് യേശുവിൽ വിശ്വാസമാണ്, യേശു സത്യദൈവമാണെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ ഈ ദേശത്തുനിന്ന് ഒരാള് ഈ യേശുവിനെ ഇറങ്ങിയാല് വീട്ടുകാര് തള്ളും, നാട്ടുകാർ വെറുക്കും, ഉപദ്രവങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് അവര് വരുത്തില്ല, ഇറങ്ങുന്നില്ല. പലർക്കും അറിയാം യേശുവാണ് സത്യദൈവമെന്നും. എന്നാൽ അവർക്ക് ഇറങ്ങി വരാൻ അവർക്ക് പറ്റാത്ത, അവരെ നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നും എല്ലാം പ്രതികൂലം ഉണ്ടാകും. അവരെ ഒറ്റപ്പെടുത്തും, വളരെ പ്രയാസം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതുകൊണ്ട് ആരും ഇറങ്ങി വരാൻ തയ്യാറാകുന്നില്ല. അനേക നമ്മുടെ ഇവിടെ പാസ്റ്റേഴ്സ് എല്ലാം ചർച്ച് വ്യത്യാസമില്ലാതെ, സംഘടന വ്യത്യാസമില്ലാതെ ഒന്നിച്ച് പ്രവർത്തിക്കുന്നുണ്ട്, പല പ്രവർത്തനങ്ങൾ വെക്കുന്നുണ്ട്. എന്നാൽ ആത്മാക്കൾ കടന്നു വരാൻ വളരെ പ്രയാസമാണ്. ഇവിടെ നമ്മുടെ നാട്ടിലെ പോലല്ല. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇപ്പൊ ഇവിടെ 3 കുടുംബം ഉള്ളൂ. അനേക ആത്മാക്കൾ കടന്നു വരുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവത്തിന്റെ പ്രവൃത്തി കാണുമെന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ ഒരു സ്ഥലത്തിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഡി അഡിഷൻ സെന്ററും ക്യാമ്പസ് സെന്ററും പണിയണമെന്നൊരു താല്പര്യം ഞങ്ങൾക്കുണ്ട്. ആ നിലയിൽ ഒരു സഹോദരൻ വന്നിട്ട് എപ്പോഴും ചോദിക്കും, നിങ്ങൾ അത് തുടങ്ങിയോ എന്ന്. ഞങ്ങൾ അവരോട് പറഞ്ഞ് ഞങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നു, അതിന് സ്ഥലം വേണം, മറ്റു കാര്യങ്ങളൊക്കെ വേണം. ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ രീതിയിൽ ഇവിടെ പ്രവർത്തിച്ചാൽ ചിലരെങ്കിലും നേടാൻ കഴിയുമെന്നുള്ള ആഗ്രഹത്തിൽ ഞങ്ങളായിരിക്കുന്നു. പിന്നെ തുടർന്ന് ഞങ്ങളുടെ ഈ വേല ഓർത്ത് എല്ലാ ദൈവമക്കളും പ്രാർത്ഥിക്കണം എന്ന് അപേക്ഷിക്കുന്നു. എന്നെ കേൾക്കുന്ന ആരെങ്കിലും കർത്താവായ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചില്ല എങ്കിൽ കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കാൻ നിങ്ങളുടെ ഹൃദയം കർത്താവിന് വേണ്ടി കൊടുക്കുവാൻ തയ്യാറാകുമെങ്കിൽ ദൈവം അനുഗ്രഹിക്കുകയും മാനിക്കുകയും കർത്താവിലൂടെയുള്ള നിത്യസന്തോഷവും സമാധാനവും ലഭിക്കാനായിട്ട് ഇടയായിത്തീരും. എനിക്കിങ്ങനെ ഒരു അവസരം നൽകി തന്ന ദേവദാസിയോടും കുടുംബത്തോടുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ഓക്കെ സിസ്റ്ററെ, കർത്താവ് സഹായിക്കട്ടെ. ഇപ്പൊ അമ്മ എങ്ങനെയുണ്ട്? അമ്മയുമായി സഹകരിക്കുമോ? അമ്മ ഇടയ്ക്ക് വരാറുണ്ട്. വന്നിട്ട് 2 ദിവസമൊക്കെ ഇവിടെ നിൽക്കും, എന്നിട്ട് പോകും. അമ്മയ്ക്കെതിരെ യേശുക്രിസ്തുവിനെ അറിയാൻ അറിഞ്ഞില്ല. അമ്മ പറഞ്ഞ ഞാൻ മരിച്ചാലേ നിങ്ങൾ എന്നെ അടക്കണമെന്നാ പറഞ്ഞത്. പിന്നെ മോളുണ്ടല്ലോ, പിന്നെ ഞാൻ എങ്ങനെ നിങ്ങളുടെ എങ്ങനെ പൂർണ്ണമായിട്ട് വരുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, അമ്മയുടെ മരണത്തിന് മുന്നേ തന്നെ കർത്താവായ യേശു ക്രിസ്തുവിനെ അമ്മ രക്ഷിതാവായി സ്വീകരിപ്പാന് കർത്താവ് അമ്മയുടെ ഹൃദയത്തിലൊരു മാറ്റം നൽകി കൊടുക്കട്ടെ. പ്രിയ സിസ്റ്റർ, നിങ്ങളുടെ കാസർഗോഡ് കർത്താവിൻ്റെ ദാസിയെയും കുടുംബത്തെയും കർത്താവ് നിലനിർത്തട്ടെ. അനേക ജീവിതങ്ങൾ ആ ദേശത്ത് നിന്ന് കർത്താവിനെ അറിയുവാൻ കർത്താവ് മുഖാന്തരങ്ങളും വഴികളും ഒരുക്കി തരട്ടെ എന്ന് ആശംസിക്കുന്നു. ഇത്രത്തോളം സമയം സിസ്റ്റർ ഞങ്ങളോട് കൂടെ ആയിരുന്നതിന് നന്ദി അറിയിക്കുന്നു. ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ സിസ്റ്റർ. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം. ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അപ്പാ നല്ല സമയത്തിനായി ഞങ്ങളെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അപ്പാ ഹല്ലേലൂയ, അടിയങ്ങളെ സമ്പൂർണ്ണമായ അപ്പച്ചന്റെ പാദപീഠത്തിൽ താഴ്ത്തുന്നു, സമർപ്പിക്കുന്നു കർത്താവേ. ദൈവമേ, ഈ ജോയ്സ് TV കർത്താവേ, ദൈവം ഇതിന്റെ പ്രവർത്തനത്തെ അപ്പച്ചന്റെ കരുത്തിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദേവദാസിക്കും കർത്താവേ, ദാസനും കുഞ്ഞുങ്ങൾക്കും വേണ്ടി എല്ലാം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പച്ചാ, ദൈവം സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ. അവരുടെ ഈ പ്രവർത്തനം വളരെ അനുഗ്രഹമായി തീരുവാൻ, വിടുതലായി തീരുവാൻ ദൈവം സഹായിക്കണം. ദൈവമേ, അനേകരുടെ സാക്ഷ്യം ഇതിലൂടെ കർത്താവെ യേശുവിനെ അറിയാത്തവർ കേൾക്കുമ്പോൾ അവര് കർത്താവിനെ അറിയുവാൻ ഇടയാകുമാറാകണമേ. യേശുവിലൂടെയുള്ള ഒരു നിത്യമായ രക്ഷ യേശുവിലൂടെ മാത്രമേ ഉള്ളെന്ന് മനസ്സിലാക്കുവാൻ ദൈവം ഇടയാക്കുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പാ ദൈവം ഇതിന്റെ പ്രവർത്തനങ്ങളെ ദൈവം മാനിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പച്ചാ, ദൈവമേ, സ്തോത്രം സ്തോത്രം. അനേകരുടെ ദൈവമേ
ഹല്ലേലൂയ സ്ഥിതികൾക്ക് മാറ്റം വരുത്തുവാൻ കർത്താവെ ശക്തനായിട്ടുള്ള ദൈവമാണല്ലോ ഞങ്ങളുടെ ദൈവം. അപ്പാ സകലത്തിന്റെ മേലെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുമാറാകണമേ അപ്പാ. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. സകല വിഷയങ്ങളെ അപ്പച്ചന്റെ കാര്യത്തിലേക്ക് ഏൽപ്പിക്കുകയാണ് കർത്താവെ. അപ്പാ ദൈവോടുന്ന് പ്രാർത്ഥനയാ ദിനം കേട്ടതിനായ സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. താങ്ക് യു.